പ്രിയ കൂട്ടുകാരെ, ഇത് നിഗൂഢതകൾ നിറഞ്ഞൊരു ഐലൻഡിൽ ഒറ്റയ്ക്ക് അകപ്പെട്ടു പോകുന്ന കഥാനായകന്റെ അതിജീവനത്തിന്റെ ആവേശഭരിതമായ കഥയാണ്. വേറിട്ട കഥകൾ ആവശ്യപ്പെടുന്ന പ്രിയ കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് കഥയിലേക്ക് പോകാം. യാത്രയുടെ 4-ാം ദിവസം. ഫെഡറിക് വാച്ചിലേക്ക് നോക്കി. സമയം 6 മണി. നേരം പുലർന്നു വരുന്നതേയുള്ളൂ. ബാഗിൽ നിന്നും വാട്ടർ ബോട്ടിലെടുത്ത് അവശേഷിച്ചിരുന്ന ഏതാനും തുള്ളികൾ അയാൾ വായിലേക്ക് കമഴ്ത്തി. അവരുടെ ഇടതുവശം കടൽ പ്രക്ഷുബ്ധമായിരുന്നു. പടുകൂറ്റൻ തിരമാലകൾ ആക്രമിക്കാനെന്നവണ്ണം പാഞ്ഞുവന്ന് പിൻവാങ്ങിപ്പോയിക്കൊണ്ടിരുന്നു. തൊട്ടുപുറകിൽ നിഴലുപോലെ അവളുമുണ്ടായിരുന്നു, മിയ. അവൾക്കും നന്നായി ദാഹിക്കുന്നുണ്ടാകണം. എന്റെ പ്രതീക്ഷകളെല്ലാം തകർന്നിരിക്കുന്നു കുട്ടി. അയാൾ അവളുടെ നെറുകയിൽ തലോടി. വെറുതെ ഇങ്ങനെ നടക്കാമെന്നല്ലാതെ യാതൊരു പ്രയോജനവുമുണ്ടെന്ന് തോന്നുന്നില്ല. ഞാൻ വല്ലാതെ തളർന്നിരിക്കുന്നു. ഇപ്പോഴിതാ അവശേഷിച്ചിരുന്ന കുടിവെള്ളവും തീർന്നു. അവൾ പതിയെ അവനെ മറികടന്ന് മുൻപോട്ട് നടന്നു. ഇനി മുൻപിൽ ഒരു പാറക്കെട്ടാണ്. ഉരുളൻ പാറക്കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ ഒരു പടുകൂറ്റൻ മതിൽ പോലെ അതിങ്ങനെ വളഞ്ഞു പൊളഞ്ഞ് കടലിലേക്ക് നീണ്ടിറങ്ങിയിരിക്കുന്നു. ഇനി വയ്യ. അയാൾ ആ തൂവള്ള മണൽപ്പരപ്പിൽ മുട്ടുകുത്തി പതിയെ ചരിഞ്ഞു വീണു കിടന്നു. ഇത്തരം എത്ര പാറക്കെട്ടുകൾ മറികടന്നാണ് ഇവിടെ എത്തിയത്? എന്തിനു വേണ്ടി? എല്ലാം അവസാനിച്ചിരിക്കുന്നു. മരണമാണ് ഇനി ആകെയുള്ള പ്രതീക്ഷ. അയാൾ പെറുപിറുത്തു. എന്നാൽ മിയ അതൊന്നും വകവയ്ക്കാതെ ആ പാറകളിലൂടെ ചാടിച്ചാടി മുകളിലെത്തിക്കഴിഞ്ഞിരുന്നു. എത്ര നേരം അങ്ങനെ കിടന്നെന്ന് അയാൾക്കറിയില്ല. തിരമാലകൾ കൂടുതൽ കരുത്താർജിച്ചിരിക്കുന്നത് അയാൾ ശ്രദ്ധിച്ചു. പലതും തന്റെ കാലുകളിൽ തടവിയാണ് തിരിച്ചു പോകുന്നത്. അയാൾ അനങ്ങിയില്ല. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. അതിഭീകരമായൊരു ഹുങ്കാര ശബ്ദത്തോടെ അലറിപ്പാഞ്ഞു വന്ന ഒരു തിര അയാളെ വിഴുങ്ങാൻ അധികം വൈകിയില്ല. എന്നാൽ അത് പിൻവലിഞ്ഞിട്ടും അയാൾ അതേ കിടപ്പ് തുടർന്നുകൊണ്ടേയിരുന്നു. പെട്ടെന്നാണ് ഷർട്ടിനുള്ളിലൂടെ എന്തോ ഇഴഞ്ഞു നീങ്ങുന്നതായി അയാൾക്ക് അനുഭവപ്പെട്ടത്. കഴുത്തിലൂടെ എന്തോ വരിഞ്ഞു ചുറ്റി തുടങ്ങിയിരിക്കുന്നു. വെളുപ്പിൽ കറുത്ത വളയങ്ങളുള്ള ആ പാമ്പിനെ തന്റെ കൺകോണിലൂടെ കണ്ടതും അയാൾ ചാടിയെഴുന്നേറ്റു. കടൽപ്പാമ്പ്. അയാൾ അലറിക്കൊണ്ട് ചാടിയെഴുന്നേറ്റ് അതിനെ കുടഞ്ഞു തെറിപ്പിച്ചു. ബീക്കട്ട് സീ സ്നേക്ക്, ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകളിലൊന്ന്. അയാൾ ഭീതിയോടെ ഉമിനീരിറക്കി. കഴുത്തിൽ തടവി നോക്കി. എവിടെയെങ്കിലും അത് കടിച്ചിരിക്കുമോ? അല്പനേരം അങ്ങനെ സ്തംഭിച്ചു നിന്ന അയാൾ താൻ ഇവറ്റകളെപ്പറ്റി വായിച്ചിട്ടുള്ള ഒരു കുറിപ്പ് മനസ്സിലോർത്തു. വളരെ അപൂർവമായി മാത്രമേ ഇവ കടിക്കൂ. തന്റെ ജോലിക്കാരിൽ പലരും ഇവയെ കൈകൊണ്ടെടുത്തെറിയുന്നത് അയാൾ മുൻപ് കണ്ടിട്ടുണ്ട്. എങ്കിലും അതൊന്നുമല്ല അയാൾ ശ്രദ്ധിച്ചത്. മരണഭയം തന്നെ വിട്ടുപോയിട്ടില്ല. തോറ്റുകൊടുക്കാൻ ഇനിയും താൻ തയ്യാറല്ല. അതിജീവനം മനുഷ്യന്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളതാണ്. അയാൾ തന്റെ ഷർട്ടൂരി അരയിൽ കെട്ടി വീണ്ടും യാത്ര തുടരാൻ തയ്യാറായി. ആ പാറക്കെട്ടിന്റെ ഏറ്റവും മുകളിൽ മിയ അയാളെയും പ്രതീക്ഷിച്ച് അനങ്ങാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ദി ഐലൻഡ് ഓഫ് കോർട്ടാന. പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിലാണത്. കോടീശ്വരന്മാരായ ടൂറിസ്റ്റുകൾക്ക് മാത്രമായി ഒരു കൊച്ചു ദ്വീപ്. കഷ്ടി 4.5 വർഷമായി കാണും ഇവിടെ ആൾപ്പാർപ്പ് തുടങ്ങിയിട്ട്. ആൾപ്പാർപ്പ് എന്ന് വെച്ചാൽ അവിടെയാകെ സ്ഥിരമായി താമസിക്കുന്നത് ഫെഡറിക്, പിന്നെ അയാളെപ്പോലെ ഏതാനും എഞ്ചിനീയർമാർ, അവരുടെയൊക്കെ സൂപ്പർവൈസർമാരായ മിസ്റ്റർ ജേക്കബ്സൺ, പിന്നെ ഏതാണ്ട് 400ഓളം വരുന്ന പണിക്കാരും. ദ്വീപിന്റെ മെയിൻ അട്രാക്ഷൻ കോർട്ടാൻ ഐലൻഡ് റിസോർട്ടാണ്. ഏതാണ്ട് 15 ഏക്കർ വിസ്താരമുണ്ടതിന്. സഞ്ചാരികൾക്ക് താമസിക്കാനും ആഘോഷിക്കാനും എല്ലാമുള്ള സൗകര്യങ്ങൾ, ചെറുവിമാനങ്ങൾക്കായുള്ള റൺവേ, ഹെലിപാഡുകൾ, കൂറ്റൻ സ്വിമ്മിംഗ് പൂളുകൾ, വാട്ടർ തീം പാർക്ക്, ഇതൊന്നും പോരാതെ നക്ഷത്ര വേശ്യാലയങ്ങൾ, ബാറുകൾ, അങ്ങനെ എല്ലാം ഉണ്ടവിടെ. ഈ ദ്വീപ് പാപ്പുവ ന്യൂഗിനിയുടെ ഭാഗമാണെന്നാണ് വെയ്പ്പ്. പാപ്പുവ മുറിയ, മുജുവാര, ഒണേറിയ വില്ലേജ് തുടങ്ങിയ ദ്വീപുകളൊക്കെയാണ് അടുത്തുള്ളത്. പക്ഷേ എല്ലാം തന്നെ ഏറ്റവും ചുരുങ്ങിയത് 1500 നോട്ടിക്കൽ മൈൽ അകലെയാണ്. തികച്ചും ഒറ്റപ്പെട്ട ദ്വീപ്. ഒരു കാരണവശാലും മനുഷ്യവാസത്തിന് യോഗ്യമല്ലെന്ന് UN വിലയിരുത്തിയിട്ടുള്ളതാണ്. കാരണം ആരെങ്കിലും അവിടെ അപകടപ്പെട്ടാൽ സമയത്ത് സഹായം എത്തിക്കാൻ സാധിച്ചെന്ന് വരില്ല. ലിയോ ഡിയോൺ. ഏതാണ്ട് 4.5 വർഷങ്ങൾക്ക് മുമ്പ് ലിയോ ഡിയോൺ എന്നൊരു കോടീശ്വരൻ തന്റെ വിഖ്യാതമായൊരു യാത്രയ്ക്കിടയിൽ കനത്ത മൂടൽമഞ്ഞിൽപ്പെട്ട് ദിശയറിയാതെ എത്തിപ്പെട്ടതാണിവിടെ. വിചിത്ര സ്വഭാവിയായ അയാൾ തന്റെ യാട്ട് അവിടെ നങ്കൂരമിട്ട് ഏതാനും ദിവസങ്ങൾ ആൾപ്പാർപ്പില്ലാത്ത ആ ദ്വീപിലൂടെ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞു നടന്നത്രേ.
തൻ്റെ കയ്യിലുള്ള ഭൂപടങ്ങളിലോ സാറ്റലൈറ്റ് ഡാറ്റയിലോ ഒന്നും അയാൾക്ക് ഇങ്ങനെയൊരു ദ്വീപ് കാണാനായില്ല. അതോടെ അന്നുവരെ ലോകം കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാതിരുന്ന ആ കൊച്ചു ദ്വീപ് അയാൾ തൻ്റെ സ്വന്തമാണെന്ന് പ്രഖ്യാപിച്ചു. തുടർന്ന് തൻ്റെ സ്വന്തം രാജ്യമായ പാപ്പുവ ഗിനിയിലേക്ക് തിരിച്ചെത്തിയ അയാൾ ഗവൺമെന്റുമായി രഹസ്യധാരണയുണ്ടാക്കി ആ കൊച്ചു കഷ്ണം ഭൂമി തനിക്ക് അവകാശപ്പെട്ടതാക്കി മാറ്റി. അവിടെ എന്തു വേണമെങ്കിലും ചെയ്യാനുള്ള അവകാശം സ്ഥാപിച്ചെടുത്തു. സ്വന്തമായി അനേകം ഖനികളും എണ്ണപ്പനത്തോട്ടങ്ങളുമുള്ള ഒരു കുടുംബമായിരുന്നു അയാളുടേത്. വളരെയേറെ വിചിത്ര സ്വഭാവിയായ ഒരു എക്സെൻട്രിക് മില്ലിനെയർ. അയാൾ തിരിച്ചെത്തിയതിന്റെ 3-ാം ദിവസം മുതൽ തന്നെ ദ്വീപിലേക്ക് ആളുകളെയും വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്ററുകളും പറന്നുയർന്നു തുടങ്ങി. സമുദ്രമാർഗമുള്ള യാത്ര അപകടകരമാണ്. പക്ഷേ ആകാശമാർഗം യാതൊരു പ്രശ്നവുമില്ലാതെ അയാളുടെ ആളുകൾ ദ്വീപിൽ വന്നിറങ്ങി. തൻ്റെ ഏറ്റവും പുതിയ ഗേൾഫ്രണ്ടിന്റെ പേരാണ് അയാൾ ദ്വീപിനിട്ടത്, ദി ഐലൻഡ് ഓഫ് കോർട്ടാന. തുടർന്നങ്ങോട്ട് തിരക്കിട്ട പണികളായിരുന്നു. അനേകം ആർക്കിടെക്ടറുകളും എഞ്ചിനീയർമാരും പണിക്കാരും ആഹോരാത്രം പണിയെടുത്ത് ഏതാണ്ട് 1 വർഷത്തിനുള്ളിൽ കോർട്ടാനയെ വാസയോഗ്യമാക്കിയെടുത്തു. കടലിന് നടുവിൽ ഒരു കൊച്ചു രാജ്യം. 3 വൻമലകളാണ് കോർട്ടാനയിൽ. അതിൽ താരതമ്യേന ചെറുതായിരുന്ന 2 മലകൾ പകുതിയോളം അവർ കീഴ്പ്പെടുത്തി. കൊടും വനമായിരുന്ന ആ ഭൂപ്രദേശം മുഴുവൻ വെട്ടിനിരത്തി പലതരം കെട്ടിട സമുച്ചയങ്ങൾ പണിതീർത്തു. തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് റോഡുകളും മലമുകളിലേക്ക് കയറിപ്പോകാനുള്ള പടുകൂറ്റൻ റോപ്പ് വേയുടെ ഭാഗങ്ങൾ കപ്പലിൽ പുറംകടലിൽ കൊണ്ടുവന്ന് പിന്നീട് അവിടെ നിന്നും ഹെലികോപ്റ്ററുകളിൽ ആണെത്തിച്ചത്. അതുപോലെ വൈദ്യുതിക്കാവശ്യമായ സോളാർ പാനലുകളും വിൻഡ് മില്ലുകളും എന്നുവേണ്ട സ്വയം പര്യാപ്തമായ ഒരു കൊച്ചു രാജ്യത്തിന് വേണ്ടതെല്ലാം അയാൾ അവിടെ ഉണ്ടാക്കിയെടുത്തു എന്ന് പറയാം. പക്ഷേ എന്നിട്ടും അയാൾക്ക് മതിയായില്ല. മനുഷ്യനല്ലേ, ആർത്തി ഒടുങ്ങില്ലല്ലോ. ആ ദ്വീപിനെ ലോകം അറിയുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള ശ്രമമായിരുന്നു പിന്നീട് അങ്ങോട്ട്. കോടീശ്വരന്മാർക്ക് മാത്രമായി ഒരു ഹൈ ക്ലാസ് വെക്കേഷൻ സ്പോട്ട്. എല്ലാം പുറകിൽ ഉപേക്ഷിച്ച് ഏതാനും ദിവസങ്ങൾ ഈ സ്വർഗത്തിൽ ചെലവഴിക്കൂ എന്നായിരുന്നു ടാഗ് ലൈൻ. പദ്ധതി വൻ വിജയമായി. കോർട്ടാനയിലേക്ക് സഞ്ചാരികളുടെ കുത്തൊഴുക്കായിരുന്നു പിന്നീട്. കാരണം ഈ ദ്വീപിന്റെ ഭൂമിശാസ്ത്രപരമായ കിടപ്പു തന്നെ. പസഫിക് സമുദ്രത്തിന്റെ ഈ ഭാഗത്തുകൂടി കപ്പൽ ചാലുകളോ വിമാനപാതകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏകാന്തത ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലൊരു ഡെസ്റ്റിനേഷൻ വേറെ കിട്ടില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുപോലെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ യാതൊരു നിയമവ്യവസ്ഥകളും ബാധകമല്ല. തോന്നിയതുപോലെ നടക്കാം, തോന്നിയത് ചെയ്യാം, ആരും ചോദിക്കാനില്ല. പോലീസ് പോലുള്ള സംവിധാനങ്ങളെ പേടിക്കണ്ട. എന്നാൽ ദ്വീപിനോട് തൊട്ടടുത്തുള്ള ബീച്ചുകളിലെല്ലാം സദാസമയവും കടൽ പ്രക്ഷുബ്ധമായിരുന്നു. കപ്പലിലോ ബോട്ടിലോ എത്തിച്ചേരുക ദുഷ്കരം. ആകെയുള്ള വഴി വിമാനമാർഗമാണ്. 4 പേർക്ക് മാത്രം കയറാവുന്ന കൊച്ചു വിമാനങ്ങൾ അല്ലെങ്കിൽ ഹെലികോപ്റ്ററുകൾ തലസ്ഥാനമായ പോർട്ട് മോർസ്ബിയിൽ നിന്നും ബുക്ക് ചെയ്യാം. എന്നിട്ട് ഏതാണ്ട് 3 മണിക്കൂറുകൾ നീണ്ട യാത്രയ്ക്ക് ശേഷം ദ്വീപിലിറങ്ങാം. എന്നാൽ ഈ നിസ്സാരമായി തോന്നാവുന്ന യാത്രയ്ക്ക് ലക്ഷങ്ങൾ ചിലവുണ്ട്. അങ്ങനെ ദ്വീപ് മുഴുവൻ സഞ്ചാരികൾ നിറഞ്ഞപ്പോൾ ലിയോ അതിന്റെ ശേഷിച്ച ഭാഗം കൂടി വെട്ടിനിരത്താൻ തീരുമാനിച്ചു. അത്യപൂർവങ്ങളായ അനേകായിരം മരങ്ങളാണ് അയാളുടെ ഈ സംഹാര താണ്ഡവത്തിൽ നിലം പറ്റിയത്. സെക്കോയ പോലുള്ള പടുകൂറ്റൻ മരങ്ങൾ. 5 പേർ ഒന്നിച്ച് കൈകോർത്ത് പിടിച്ചാലും വട്ടമെത്തില്ല, അത്ര വലുത്. ചില മരങ്ങളിൽ പടുകൂറ്റൻ തുരങ്കങ്ങളുണ്ടാക്കി റോഡുകൾ അതിനുള്ളിലൂടെ കടന്നു പോകുന്നു. സ്വർഗത്തിന്റെ ഒരു കഷ്ണം എന്നയാൾ വിശേഷിപ്പിച്ച ആ മനോഹരമായ ദ്വീപ് പതിയെ പതിയെ അയാൾ തന്നെ ഒരു നരകമാക്കി മാറ്റിക്കൊണ്ടിരുന്നു. മൗണ്ട് ലിയോ. 3 വൻമലകളുടെ കാര്യം പറഞ്ഞിരുന്നുവല്ലോ. അതിലെ 3ാമത്തേതാണ് മൗണ്ട് ലിയോ. മലയെന്നല്ല, ഒരു വൻ പർവ്വതനിര എന്നു തന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കാഴ്ചയിൽ തന്നെ ആരും അങ്ങോട്ടടുക്കാൻ മടിക്കും. അത്ര നിബിഡമായ ഇരുണ്ട വനം. അതിന്റെ വലിപ്പത്തെക്കാളുപരി ഈ ബീഭത്സത കാരണമാണ് അവർ ആ മലയെ ആദ്യം വെറുതെ വിട്ടത്. മറ്റു 2 മലകളും മനുഷ്യൻ കീഴടക്കിയതോടുകൂടി ദ്വീപിലെ ജീവജാലങ്ങളെല്ലാം ആ കാട്ടിലേക്ക് കുടിയേറി. എന്നാൽ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ലിയോ ഡിയോൺ ദ്വീപ് മുഴുവൻ വെട്ടിനിരത്താൻ ആജ്ഞാപിച്ചിരിക്കുകയാണ്. ഒന്നും ബാക്കി വെക്കണ്ട, ഇതെന്റെ സ്വന്തം ദ്വീപ്, ഇവിടെ ഇനി ഞാൻ പണിയുന്നത് മാത്രം മതി എന്നായിരുന്നു അയാളുടെ കൽപ്പന. അതിൻ പ്രകാരം 5 പേരടങ്ങുന്ന ഒരു സർവേ സംഘം കാടു കയറാൻ ആരംഭിച്ചു. പുതുതായി ജോലിയിൽ പ്രവേശിച്ച ഫെഡറിക് ആയിരുന്നു അവരുടെ നേതാവ്. തികഞ്ഞ പ്രകൃതി സ്നേഹിയായിരുന്ന അയാൾ ദ്വീപ്, കാട് എന്നൊക്കെ കേട്ട് ആവേശത്തോടെ ഇറങ്ങിത്തിരിച്ചതാണ്.
എന്നാൽ ജോലി ഏറ്റെടുത്തതിനു ശേഷമാണ് എത്ര ഭീകരമായ നശീകരണമാണ് ഇവിടെ നടക്കുന്നത് എന്ന് അയാൾ തിരിച്ചറിഞ്ഞത്. ആ മലയുടെ ചുറ്റളവ് കണ്ടുപിടിച്ച് ഒരു പ്ലാൻ വരച്ച് അതിൽ നടത്തേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തി അവർ പതിയെ പതിയെ കൂടുതൽ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരുന്നു. ദുഷ്കരമായിരുന്നു ജോലി. പലപ്പോഴും അവർക്ക് തിരിച്ചു പോകാനുള്ള വഴിതെറ്റി. കാട്ടിൽ തന്നെ കിടന്നുറങ്ങേണ്ടതായി വന്നു. ദിശയറിയാനുള്ള മാഗ്നറ്റിക് കോമ്പസ് ഈ ദ്വീപിൽ വളരെ വിചിത്രമായി പെരുമാറും. ചിലപ്പോൾ അതിന്റെ സൂചി വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. അതിനാൽ കാട്ടിനുള്ളിൽ വഴിതെറ്റിയാൽ ഒരുപക്ഷെ എന്നേക്കുമായി അതിനുള്ളിൽ പെട്ടുപോകും. ഭൂമിയുടെ കാന്തിക പ്രഭാവത്തിലുള്ള വ്യതിയാനം മൂലമാണ് കോമ്പസുകൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഫെഡറിക്കിനറിയാം. എന്താണിതിന് കാരണമെന്ന് കണ്ടുപിടിക്കാനായിട്ടില്ല. സയന്റിസ്റ്റുകൾക്ക് ദ്വീപിൽ വിലക്കുണ്ടായിരുന്നു. കാരണം താനീ വെട്ടിനിരത്തുന്നത് ഒരുപക്ഷെ ദ്വീപിന്റെ സന്തുലിതാവസ്ഥയെ തകിടം മറിച്ചേക്കാമെന്ന് ലിയോയ്ക്കറിയാം. ശാസ്ത്രീയമായി ഇതിനെപ്പറ്റിയൊക്കെ അറിവുള്ളവരെ കൊണ്ടുവന്നാൽ ഒരുപക്ഷെ തന്റെ പദ്ധതികൾ അവർ ലോകത്തിനു മുൻപിൽ വെളിപ്പെടുത്തുമെന്ന് അയാൾ ഭയപ്പെട്ടു. തനിക്ക് വളരെ വിശ്വാസമുള്ള ജോലിക്കാരെ മാത്രം തിരഞ്ഞെടുത്താണ് അയാൾ ദ്വീപിലെത്തിച്ചത്. അന്നവർ ഏതാണ്ട് 1/2 ദിവസത്തോളം കാടിനുള്ളിലേക്ക് നടന്നു കയറി. കാട് വെട്ടിത്തെളിച്ച് നടപ്പാതയുണ്ടാക്കാനായി മാത്രം 3 പണിക്കാരുണ്ടായിരുന്നു. ഫെഡറിക്കും സഹായും അവരുടെ സർവേ ഉപകരണങ്ങൾ ചുമന്നുകൊണ്ടാണ് നടപ്പ്. അങ്ങനെ ഉള്ളിലേക്ക് കയറും തോറും കയ്യിൽ സൂക്ഷിച്ചിരുന്ന വെള്ളത്തിന്റെ അളവ് അപകടകരമാംവിധം കുറഞ്ഞു വരുന്നത് ഫെഡറിക് ശ്രദ്ധിച്ചു. എല്ലാം നിർത്തി ഒരു ജലസ്രോതസ് കണ്ടെത്താൻ പണിക്കാരോട് നിർദ്ദേശിച്ചു. അധികം തേടേണ്ടി വന്നില്ല. അവർ നിന്നിരുന്നിടത്തു നിന്നും ഏതാനും മീറ്റർ മാറി താഴ്വാരത്തിൽ നിന്നും ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഇരമ്പൽ കേൾക്കാമായിരുന്നു. സർ, രാവിലെ മുതൽ നടക്കുന്നു. നമുക്ക് ഒരൽപ്പം വിശ്രമിച്ചുകൂടെ? ശരീരം ഒന്ന് തണുപ്പിച്ചിട്ട് മുമ്പോട്ട് പോയാലോ? പണിക്കാരിൽ ഒരുവൻ ചോദിച്ചു. ഫെഡറിക് അലസമായൊന്ന് മൂളുക മാത്രം ചെയ്തു. അയാൾ അതിനൊരു മറുപടി കൊടുക്കാൻ പോലും ആകാത്ത വിധം ക്ഷീണിതനായിരുന്നു. പണിക്കാർ ആവേശത്തോടെ ആ താഴ്വാരത്തേക്ക് ഓടിപ്പോകുന്നത് കണ്ടു. എന്നാൽ ഫെഡറിക്കും സഹായും തങ്ങളുടെ ബാഗുകൾ നിലത്തിറക്കി വെച്ചിട്ട് കുറച്ചുനേരം വിശ്രമിച്ച് അവരെ പിന്തുടരാമെന്ന് തീരുമാനിച്ചു. ആ പണിക്കാരെ പോലെ കുതിച്ചു ചാടി ഓടാനൊന്നുമുള്ള ശേഷിയുള്ളവരല്ല അവർ രണ്ടുപേരും. പെട്ടെന്നാണ് അവർക്ക് പുറകിൽ മുകളിലായി ഒരു മുരൾച്ച കേട്ടത്. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ ഫെഡറിക് നടുങ്ങിപ്പോയി. അവരുടെ തലയ്ക്ക് മുകളിൽ വിലങ്ങനെ നിന്നിരുന്ന ഒരു കൂറ്റൻ മരക്കൊമ്പിൽ നിരനിരയായി നിൽക്കുന്ന 3 കരിമ്പുലികൾ. ഫെഡറിക് ഒറ്റക്കുതിപ്പിന് തന്റെ ബാഗെടുത്ത് അതിന്റെ വശത്ത് ടേപ്പ് ചെയ്തു വെച്ചിരുന്ന റൈഫിൾ കടന്നെടുത്തതും ആദ്യത്തെ പുലി അവന്റെ ദേഹത്തേക്ക് കുതിച്ചു ചാടി. തോക്കൊന്ന് നിവർത്തിപ്പിടിക്കാൻ പോലും അയാൾക്ക് അവസരം കിട്ടിയില്ല. അതിനു മുമ്പ് തന്നെ മറ്റു 2 പുലികളും അയാൾക്ക് മേലെ കൂടി ചാടി ഓടിമറഞ്ഞു. ചാടിയണീറ്റ് അയാൾ അവ പോയ വഴിയിലേക്ക് തോക്കു ചൂണ്ടി നിന്നു കിതച്ചു. അവറ്റകളിപ്പോ എവിടുന്നാ വന്നത്? അയാൾ അത്ഭുതത്തോടെ സഹായിയെ നോക്കി. പക്ഷേ അയാൾ അവിടില്ല. ഹേയ് മാൻ, നീ എവിടെ? ഭയന്നലറിക്കൊണ്ട് ചുറ്റും നോക്കിയ ഫെഡറിക്കിന് മുകളിലേക്ക് ഒരു ഷൂ വന്ന് വീണു. അയാൾ ഞെട്ടി മുകളിലേക്ക് നോക്കി. ഒരു പടുകൂറ്റൻ അനാക്കോണ്ട. സഹായിയെ പകുതിയിലധികം അതിന്റെ വായിലാക്കി കഴിഞ്ഞിരുന്നു. ശരീരം മുഴുവൻ ആ പാമ്പ് വരിഞ്ഞു ചുറ്റിയിരിക്കുന്നു. ഫെഡറിക് അലർച്ചയോടെ പണിക്കാരുടെ പേര് വിളിച്ചുകൊണ്ട് തിരിഞ്ഞോടി. തോക്ക് ഒരു വള്ളിപ്പടർപ്പിൽ കുടുങ്ങി കൈവിട്ടുപോയി. ഒടുവിൽ അയാൾ തളർന്ന് മുഖമടിച്ച് നിലത്തേക്ക് വീണു. അപ്പോൾ മലമുകളിൽ നിന്ന് ഒരുതരം കൂക്കി വിളികൾ കേട്ടു തുടങ്ങി. കുറെ കുട്ടികൾ ഒരുമിച്ച് വിസിൽ വിളിക്കുന്നത് പോലെ. അയാൾ കാതോർത്തു. അല്ല, മനുഷ്യക്കുട്ടികളല്ല അത്. കുരങ്ങന്മാർ. 100 കണക്കിന് കുരങ്ങന്മാർ മലയിറങ്ങി വരികയാണ്. വൃക്ഷത്തലപ്പുകൾ വിറയ്ക്കുന്നത് ദൂരെ നിന്നേ കാണാം. എന്തോ കണ്ട് ഭയന്ന് ഓടിയിറങ്ങി വരുന്ന വാനരസംഘം. ഒരു വിധത്തിൽ നിവർന്നു നിന്ന അയാൾ ആ കാഴ്ച കണ്ട് സ്തംഭിച്ചു നിന്നുപോയി. കുരങ്ങന്മാർ മാത്രമല്ല, പലയിനം വന്യമൃഗങ്ങൾ മലയിറങ്ങി ഓടി വരുന്നു. താഴ്വാരം ലക്ഷ്യമാക്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലെ. ഒപ്പം സൂര്യനെ മറച്ചുകൊണ്ട് കറുത്ത കരിമ്പടം പോലെ എന്തോ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. ഓ മൈ ഗോഡ്! മുകളിലേക്ക് നോക്കിയ ഫെഡറിക് ചലനമറ്റ് നിന്നുപോയി. ആ ദ്വീപിൽ താമസിച്ചിരുന്ന സകല പക്ഷികളും ഒരുമിച്ച് അവിടം വിട്ടു പോകുകയാണ്. ഒരു വലിയ കറുത്ത പുതപ്പ് പോലെ ഇടവിടാതെ പറന്നകലുന്ന ആയിരക്കണക്കിന് പക്ഷികൾ. എന്തോ പ്രശ്നമുണ്ട്, അയാൾക്ക് മനസ്സിലായി. അയാൾ ഉച്ചത്തിൽ പല പ്രാവശ്യം പണിക്കാരുടെ പേരുകൾ വിളിച്ചു. സർ,
അയാളുടെ ശബ്ദം താഴ്വാരത്ത് നിന്ന് ഉയർന്നത് കേട്ടു. ഞങ്ങളിവിടെ ഉണ്ട്. വഴിതെറ്റിയോ? തിരിഞ്ഞു നോക്കിയപ്പോൾ നേരത്തെ കണ്ട അനാക്കോണ്ട വളരെ ബന്ധപ്പെട്ട് നിലത്തേക്ക് ഊഴ്ന്നിറങ്ങുന്നത് കണ്ടു. അതിന്റെ വയറ്റിൽ അപ്പോഴും ആ പണിക്കാരൻ അനങ്ങുന്നത് കാണാം. ഭീതിതമായിരുന്നു ആ കാഴ്ച. മറ്റു പണിക്കാരുടെ ശബ്ദം കേട്ട ദിശ നോക്കി ഫെഡറിക് ഓടാൻ ആരംഭിച്ചു. എന്നാൽ മുൻപിലെല്ലാം ഓരോ തരം തടസ്സങ്ങൾ. വള്ളികളിൽ പലതും കൂറ്റൻ പാമ്പുകളാണ്. അറിയാതെങ്കിലും ഒന്ന് തൊട്ടാൽ ഉടനെ കഴുത്തിലേക്ക് ചാടി വരിഞ്ഞു മുറുക്കും. അതിനിടയിൽ ഒരുപറ്റം കാട്ടുപന്നികൾ അയാളുടെ വഴിമുടക്കി കൂട്ടത്തോടെ താഴെ കോടി ഇറങ്ങുന്നുണ്ടായിരുന്നു. വിഷണനായി അതും നോക്കി നിൽക്കാനല്ലാതെ അയാൾക്ക് മറ്റൊന്നിനുമായില്ല. വഴി തെറ്റിയിരിക്കുന്നു. അയാൾ വീണ്ടും കൂക്കി വിളിച്ചു. ഇപ്രാവശ്യം മറുപടിയായി കേട്ടത് ഒരു ആർത്തനാദമായിരുന്നു. ഫെഡറിക് ഞെട്ടിപ്പോയി. പണിക്കാർ 3 പേരും അലറി നിലവിളിക്കുന്ന ശബ്ദം. സാർ, രക്ഷപ്പെട്ടോ, അപകടമാണിവിടെ. ആ നിലവിളികൾക്കിടയിലും പെട്ടെന്ന് താഴ്വാരത്തിൽ നിന്ന് ഒരു വലിയ മേഘപാളി പോലെ നീരാവി ഉയരാൻ തുടങ്ങി. വാട്ട്? ഫെഡറിക്ക് ഒന്നും മനസ്സിലാകാതെ അന്തിച്ചു നിന്നുപോയി. പണിക്കാരുടെ നിലവിളി ആ മേഘപാളികൾക്കിടയിൽ മുങ്ങിപ്പോയി. അവരുടെ വായി ആരോ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് പോലെ. ഏതാണ്ട് 15 മിനിറ്റുകൾക്ക് ശേഷം ആവി അടങ്ങി. ഇടിക്കുന്ന ഹൃദയത്തോടെ ഫെഡറിക് പതിയെ വീണ്ടും മലയിറങ്ങാൻ തുടങ്ങി. അയാളുടെ ശരീരമാസകലം ചോര പൊടിഞ്ഞിരുന്നു. മുഖത്ത് ആദ്യത്തെ ആ കരിമ്പുലി ഏൽപ്പിച്ച നഖക്ഷതത്തിന് നല്ല ആഴമുണ്ട്. ചോര വായിലേക്കാണ് ഒഴുകിയിറങ്ങുന്നത്. താഴെ വഴുക്കുള്ള വെള്ളാരം കല്ലുകളുടെ ഒരു വിശാലമായ തട്ടായിരുന്നു അത്. വെള്ളച്ചാട്ടം വന്ന് പതിക്കുന്നിടത്ത് ഒരു വലിയ തടാകം രൂപപ്പെട്ടിരുന്നു. അതിൽ നിന്ന് അപ്പോഴും ആവി ഉയരുന്നുണ്ട്. അയാൾ അവിടെ കമിഴ്ന്നു കിടന്ന് കല്ലുകളുടെ ഇടയിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ആർത്തിയോടെ വലിച്ചു കുടിച്ചു. ആദ്യ കവിൾ ഇറക്കിക്കഴിഞ്ഞാണ് അയാൾ അത് തിരിച്ചറിഞ്ഞത്. തിളയ്ക്കുകയാണ് വെള്ളം. അയാളുടെ ചുണ്ടും വായുമെല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ പൊള്ളിത്തിണർത്തു. അലറി നിലവിളിച്ചുപോയി അയാൾ. ചാടിപ്പിടഞ്ഞെഴുന്നേറ്റ അയാൾ പണിക്കാരെ കണ്ടു. അവർ 3 പേരും തടാകക്കരയിൽ വെള്ളത്തിലേക്ക് ശരീരം താഴ്ത്തി തല മാത്രം ഉയർത്തി മലർന്നു കിടക്കുന്നുണ്ട്. ഫെഡറിക് ഉറക്കെ വിളിച്ചു. മറുപടിയില്ല. അവരാരും അത് കേട്ട ഭാവം പോലും കാണിച്ചില്ല. അയാൾ പതിയെ സൂക്ഷിച്ച് ചുവടുവെച്ച് തടാകക്കരയിലെത്തി. ചാരനിറത്തിലുള്ള ഒരു മണൽപ്പരപ്പാണ് തടാകത്തിന് ചുറ്റും. കാൽ വയ്ക്കുമ്പോൾ പഞ്ഞിക്കെട്ടിന് മുകളിലൂടെ നടക്കുന്നത് പോലെ തോന്നി അയാൾക്ക്. വിറയ്ക്കുന്ന ശബ്ദത്തോടെ അയാൾ ആ പണിക്കാരെ വിളിച്ചു. യാതൊരു പ്രതികരണവുമില്ല. അയാൾ വീണ്ടും മുന്നോട്ട് തന്നെ ചുവടുവെച്ച് അവർക്ക് തൊട്ടുപുറകിലെത്തി. പെട്ടെന്നാണ് അയാളത് ശ്രദ്ധിച്ചത്. പണിക്കാരന്റെ കഴുത്തിനു ചുറ്റും വെള്ളത്തിൽ തൊട്ടിരിക്കുന്ന ഭാഗത്ത് വയലറ്റ് നിറത്തിൽ ഒരു വലയം. ചുറ്റും വെന്ത മാംസത്തിൻ്റെതുപോലുള്ള ഒരു അസഹനീയമായ ദുർഗന്ധം. ഹേയ് മാൻ! വിറയാർന്ന തന്റെ കൈ നീട്ടി അയാൾ ആ പണിക്കാരന്റെ തലയിൽ തൊട്ടു. അടുത്ത നിമിഷം അവന്റെ തല കഴുത്തിൽ നിന്നും ബന്ധം വേർപെട്ട് പിറകിലേക്ക് ഒടിഞ്ഞു വീണു. ഒരലർച്ചയോടെ ഫെഡറിക് പുറകോട്ട് മറഞ്ഞു. ആ മനുഷ്യന്റെ മുഖം പകുതിയോളം അപ്രത്യക്ഷമായിരുന്നു. മാംസം മുഴുവൻ വെന്തുരുകി തലയോട്ടി മാത്രമേ അവശേഷിച്ചിരുന്നുള്ളൂ. ഇളിച്ചുപിടിച്ച പല്ലുകൾക്കിടയിലൂടെ അപ്പോഴും ആവി പുറത്തേക്ക് നിർഗമിക്കുന്നുണ്ട്. അതിഭീകരമായിരുന്നു ആ കാഴ്ച. മറ്റു 2 പേരുടെയും അവസ്ഥ വ്യത്യസ്തമായിരുന്നില്ല. പതിയെ പുറകോട്ട് ഇഴഞ്ഞു നീങ്ങിയ ഫെഡറിക് ഒരു വിധത്തിൽ സമനില വീണ്ടെടുത്തു. അതിഭീകരമായതെന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അയാൾ തിരിഞ്ഞ് കാട്ടിലേക്ക് നോക്കി. തന്റെ ബാഗ്, അതിനുള്ളിൽ ഒരു വയർലെസ് സെറ്റ് ഉണ്ട്. എത്രയും പെട്ടെന്ന് റിസോർട്ടിലേക്ക് വിളിച്ച് സഹായം അഭ്യർത്ഥിക്കണം. പക്ഷേ ഇനി ആ സ്ഥലം എങ്ങനെ കണ്ടുപിടിക്കും? ഏത് ദിശയിലൊക്കെയാണ് താൻ ഓടിയിറങ്ങിയതെന്ന് അയാൾക്ക് നിശ്ചയമുണ്ടായിരുന്നില്ല. വനം പൂർണ്ണമായും ശാന്തമായിരിക്കുന്നു. ചീവീടുകൾ പോലും അവിടം ഉപേക്ഷിച്ച് പലായനം ചെയ്തിരിക്കുന്നു. അപ്പോൾ തടാകത്തിനു നടുവിൽ നിന്ന് എന്തൊക്കെയോ വിചിത്ര ശബ്ദങ്ങൾ കേട്ടു തുടങ്ങി. ഫെഡറിക് ഞെട്ടിത്തിരിഞ്ഞു. ദീർഘവൃത്താകൃതിയിലുള്ള ആ ജലാശയത്തിന്റെ മധ്യഭാഗം തിളച്ചു മറിയുകയാണ്. വലിയ ഫുട്ബോൾ വലിപ്പത്തിലുള്ള കുമിളകൾ ഉയർന്നുവന്ന് ഉപരിതലത്തിലേക്ക് എത്തുമ്പോൾ പൊട്ടിച്ചിതറുന്നു. അതിൽ നിറയെ നീരാവിയോ മറ്റെന്തോ വാതകമാണ്. ആ തടാകത്തിന് ചുറ്റുമുള്ള അന്തരീക്ഷവും വല്ലാതെ ചൂടുപിടിച്ചിരിക്കുന്നു. ഒന്നും മനസ്സിലാകാതെ അന്തം വിട്ട് അതിലേക്ക് നോക്കി നിന്ന അയാളുടെ ശ്രദ്ധ അക്കരെയുണ്ടായിരുന്ന വെള്ളച്ചാട്ടത്തിലേക്കായി. വെള്ളം വീഴുന്ന ശബ്ദം വ്യക്തമായി കേട്ടതാണ് മുമ്പ്. പക്ഷേ ഇപ്പോൾ അവിടെ വരണ്ടുണങ്ങിയിരിക്കുന്നു. ചുറ്റുമുള്ള ചെടികൾ കത്തിക്കരിഞ്ഞിട്ടുമുണ്ട്. മുൻപ് അവിടെ വെള്ളച്ചാട്ടമുണ്ടായിരുന്നെന്നും
ഇപ്പോൾ അതിലൂടെ ഒലിച്ചു വന്നത് മറ്റെന്തോ ആയിരുന്നെന്നും അയാൾക്ക് മനസ്സിലായി. അതെന്തായിരിക്കും? അധികം ആലോചിക്കേണ്ടി വന്നില്ല. ദൂരെ മലമുകളിൽ ഒരു സ്ഫോടനം കേട്ടു. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ സ്ഫോടനത്തിന്റെ അനന്തരഫലമെന്നോണം ഫെഡറിക്കിന്റെ കാലിനടിയിലൂടെ ഒരു ഇരമ്പൽ കടന്നുപോയി. ഒപ്പം ചുറ്റുപാടുമുള്ള മരങ്ങളെല്ലാം നിന്ന് വിറയ്ക്കുന്നതും കാണാമായിരുന്നു. ഭൂകമ്പം. അയാൾ പിറുപിറുത്തുകൊണ്ട് ആ തടാകക്കരയിൽ നിന്ന് വീണ്ടും കാട്ടിലേക്ക് തിരിഞ്ഞോടി. പെട്ടെന്നാണ് എന്തോ ഭാരിച്ച വസ്തു ആ തടാകത്തിലേക്ക് വന്നു വീണത്. ഫെഡറിക് വീണ്ടും ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ഓ മൈ ഗോഡ്! അയാളുടെ എല്ലാ സംശയങ്ങളും ആ ഒരൊറ്റ നിമിഷത്തിൽ തീർന്നു. ലാവ. വെള്ളച്ചാട്ടത്തിലൂടെ താഴേക്ക് പതിക്കുന്നത് ലാവയാണ്. അതാണ് വൻ ശബ്ദത്തോടെ തടാകത്തിലേക്ക് വന്നു പതിച്ചത്. വീണ്ടും പ്രദേശം കനത്ത നീരാവി കൊണ്ട് മൂടപ്പെട്ടു. അതോടെ ഫെഡറിക് തന്റെ പലായനം തുടങ്ങി. ക്ഷീണമോ ദാഹമോ ഒന്നും വകവയ്ക്കാതെയുള്ള മരണപ്പാച്ചിൽ. മൗണ്ട് ലിയോ. അതൊരു അഗ്നിപർവ്വതമായിരുന്നു. തുടർച്ചയായ സ്ഫോടന പരമ്പരയായിരുന്നു പിന്നീട് അങ്ങോട്ട്. ഓരോ പ്രാവശ്യം ആ ശബ്ദം ഉയർന്നപ്പോഴും ഫെഡറിക് കൂടുതൽ കൂടുതൽ വനത്തിനുള്ളിലേക്ക് ഓടിക്കയറിക്കൊണ്ടിരുന്നു. അയാൾക്ക് പൂർണ്ണമായും ദിശാബോധം നഷ്ടപ്പെട്ടു. ഇടയ്ക്കിടെ തനിക്ക് മുൻപിൽ ഭൂമി വിണ്ടുകീറി വൻ ഗർത്തങ്ങൾ രൂപപ്പെട്ടുകൊണ്ടിരുന്നു. വൻ മരങ്ങൾ കടപുഴകി തലങ്ങും വിലങ്ങും മറിഞ്ഞു വീണു. നാട്ടിലായിരുന്നപ്പോൾ ഭൂകമ്പം അയാൾ മുൻപ് പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത്ര ഭയാനകമായൊരു മുഖം കൂടി അതിനുണ്ടായിരുന്നുവെന്ന് അയാൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. ഒടുവിൽ ഇനി ഒരു ഇഞ്ച് പോലും മുൻപോട്ട് നീങ്ങാനാവില്ലെന്ന് തിരിച്ചറിഞ്ഞ അയാൾ മുൻപിൽ കണ്ട ഒരു വലിയ കരിമ്പാറക്കെട്ടിലേക്ക് കമിഴ്ന്നു വീണ് കിടന്നു കിതച്ചു. മരണം ഉറപ്പായി അയാൾക്ക്. അടുത്ത കുലുക്കത്തിൽ ആ പാറ തന്നെയും കൊണ്ടൊരു പക്ഷേ ആ ഭൂമിക്കടിയിലേക്ക് താഴ്ന്നു പോയേക്കുമെന്ന് വരെ അയാൾ ചിന്തിച്ചു. പെട്ടെന്നാണ് തലയ്ക്ക് മുകളിലൂടെ ഒരു ഇരമ്പം കടന്നുപോയത്. ഒരു ഹെലികോപ്റ്റർ. അയാൾ വീണ്ടും പിടഞ്ഞെഴുന്നേൽക്കാൻ നോക്കി. ഹെലികോപ്റ്ററിന്റെ ശബ്ദം ഏതു ദിശയിൽ നിന്നാണെന്ന് മനസ്സിലാകുന്നില്ല. അത് പോയി കഴിഞ്ഞിട്ടും ശബ്ദം മലമടക്കുകളിൽ തട്ടി പ്രതിധ്വനിക്കുന്നു. എഴുന്നേൽക്കാനാവില്ലെന്ന് മനസ്സിലായ അയാൾ മലർന്നു കിടന്നു. എത്ര നേരം അങ്ങനെ കിടന്നുവെന്ന് അയാൾക്കറിയില്ല. കണ്ണുകൾ മിഴിച്ച് ശരീരം സ്തംഭിച്ച് മരണം കാത്തുള്ള ആ കിടപ്പ് ഒരു മണിക്കൂറോളം തുടർന്നിരിക്കണം. ഒടുവിൽ അയാൾ കൈകളും കാലുകളും അനക്കി തനിക്ക് ജീവനുണ്ടെന്ന് സ്വയം ഉറപ്പുവരുത്താനെന്ന വണ്ണം. ഭൂകമ്പം നിലച്ചിരിക്കുന്നു. എല്ലാം ശാന്തമായി. കിടന്ന കിടപ്പിൽ ഫെഡറിക് തന്റെ ഇരു കൈകളും മുകളിലേക്ക് ഉയർത്തി ഒന്ന് മൂരി നിവർത്താൻ ശ്രമിച്ചതാണ്. എന്തിലോ കൈകൾ തടഞ്ഞു. പതുപതുത്ത എന്തോ ഒന്ന്. അസ്വസ്ഥതയോടെ തിരിഞ്ഞു നോക്കിയ അയാളുടെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയി. ഭീമാകാരനായ ഒരു കടുവ. അതും അയാളെപ്പോലെ തന്നെ നിലംപറ്റി ചേർന്ന് കിടക്കുകയാണ് ആ പാറപ്പുറത്ത്. ഒരലർച്ചയോടെ ഫെഡറിക് അവിടെ നിന്നും ഉരുണ്ടുമാറി തൊട്ടടുത്ത ഒരു മരത്തിൽ ചാരി. കടുവ അയാളെ തന്നെ നോക്കി അനങ്ങാതെ കിടക്കുകയാണ്. അതിന്റെ ഇടതുവശത്തെ 2 കാലുകളും മറഞ്ഞു കിടക്കുന്ന ഒരു മരത്തിനടിയിൽ പെട്ടിരിക്കുന്നു. അനങ്ങാനാകുന്നില്ല അതിന്. ഫെഡറിക് ഒരു നിമിഷം അതിനെ തന്നെ ഉറ്റുനോക്കി നിന്നു. വെറുതെയല്ല താനിപ്പോഴും ജീവിച്ചിരിക്കുന്നത്. അതിന് ചലനശേഷി ഉണ്ടായിരുന്നെങ്കിൽ താൻ പണ്ടേ കടുവയുടെ വയറ്റിലെത്തിയനെ. വീണ്ടും ഹെലികോപ്റ്ററുകളുടെ ഇരമ്പം. ഇപ്രാവശ്യം 10-12 ഒപ്പം ചെറുവിമാനങ്ങളുടെ മുരൾച്ചയും കേൾക്കാം. നിസ്സഹായനായി ആകാശത്തേക്ക് നോക്കിയിരിക്കാനല്ലാതെ ഫെഡറിക്കിന് മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു. ഭൂകമ്പത്തിൽ ദ്വീപ് തകർന്നിരിക്കണം. രക്ഷാപ്രവർത്തകരായിരിക്കണം ആ വരുന്നതെല്ലാം. ദി ഐലൻഡ് ഓഫ് കോർട്ടാന ഒരു മരണദ്വീപായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിലും എന്താണ് ആ മനുഷ്യൻ കരുതിയത്? ഇങ്ങനെ വെട്ടിനിരത്തി മുൻപോട്ട് പോയാൽ പ്രകൃതി എത്രത്തോളം ക്ഷമിക്കും ഈ തോന്നിവാസം? അയാൾ ഉറക്കെ പുലമ്പി. കടുവ ഞെട്ടി അയാളെ നോക്കി. സ്ഫോടനങ്ങൾ നിലച്ചിരുന്നു. ഭൂകമ്പവുമില്ല. എല്ലാം ശാന്തം. ഇടയ്ക്കിടെ വേദന സഹിക്കാൻ പറ്റാതാകുമ്പോൾ ആ കടുവ ഒന്ന് മുരളും. ആ ശബ്ദം മാത്രമേ ആകെ കേൾക്കാനുള്ളൂ. ഫെഡറിക് പതിയെ എഴുന്നേറ്റു നിന്നു. സമയം എത്രയായി കാണും? മുകളിലേക്ക് നോക്കിയതും ഒരു വലിയ വെള്ളത്തുള്ളി അയാളുടെ കണ്ണിൽ വന്ന് പതിച്ചു. ഒപ്പം നീണ്ടുനിന്ന ഒരു ഇടിമിന്നൽ ആ പ്രദേശമാകെ പ്രകാശമാനമാക്കി. മരത്തിൽ ചാരി നിന്ന ഫെഡറിക്കിന്റെ ശരീരത്തിലൂടെ ഒരു വിറയൽ കടന്നുപോയി. ആ മരത്തിലോ അതുമായി വേരുകളിലൂടെ തൊട്ടിരിക്കുന്ന വേറെ ഏതെങ്കിലും മരത്തിലോ ഇടിവെട്ട് ഏറ്റിട്ടുണ്ടാകണം. അയാളുടെ ഉള്ളിൽ വീണ്ടും മരണഭയം തലപൊക്കി. കാതടപ്പിക്കുന്ന ശബ്ദത്തോടെ ഇടിവെട്ടി തുടങ്ങി. ഒപ്പം ഇതുവരെ കേൾക്കാത്തൊരു തരം
ഹുങ്കാരത്തോടെ കനത്ത മഴയും. കടുവ ദയനീയമായി ഒരു പ്രാവശ്യം കൂടി തന്റെ കാലുകൾ സ്വതന്ത്രമാക്കാൻ ശ്രമിച്ച് അത് സാധിക്കാതെ വേദനയാൽ പൊളഞ്ഞു. വിഷമിക്കണ്ട, ഞാൻ സഹായിക്കാം നിന്നെ. മഴയൊന്നു കഴിയട്ടെ, അതുവരെ അനങ്ങാതെ കിടക്കൂ. നിനക്ക് നല്ല വേദനയുണ്ടായിരിക്കും, എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ സഹിച്ചേ മതിയാകൂ. അയാൾ പതിയെ നടന്നു ചെന്ന് അതിന്റെ ശരീരത്തിൽ തലോടി. പാവം മൃഗം ഭയന്ന് കൂടുതൽ പുറകോട്ട് വലിഞ്ഞതേയുള്ളൂ. ഫെഡറിക് തന്റെ ഹെൽമെറ്റ് ഊരി മലർത്തിപ്പിടിച്ച് നിറയെ മഴവെള്ളം ശേഖരിച്ച് നേരെ വായിലേക്ക് കമിഴ്ത്തി. വയർ നിറഞ്ഞിട്ടും ദാഹം മാറുന്നില്ല. തൊണ്ട വരണ്ടുപോയിരിക്കുന്നു. അയാൾ കടുവയെ നോക്കി. ആ ജീവി അടുത്തുള്ള ഇലകളിൽ നിന്നും വെള്ളം നക്കി കുടിക്കുകയാണ്. വീണ്ടും നിറയെ വെള്ളമെടുത്ത ഫെഡറിക് അതിനടുത്ത് ചെന്നിരുന്ന് ഹെൽമറ്റ് മുഖത്തോടടുപ്പിച്ചു കൊടുത്തു. ആ പാവമൃഗം ആർത്തിയോടെ അത് നക്കി നക്കി കുടിക്കുന്നതും നോക്കിയിരുന്നപ്പോൾ അയാളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഒരുപക്ഷെ നമ്മൾ രണ്ടുപേർ മാത്രമേ ഈ ദ്വീപിൽ ഇപ്പോൾ ജീവനോടെ അവശേഷിക്കുന്നുണ്ടാകുള്ളൂ. മഴ ഏകദേശം 1 മണിക്കൂറോളം തുടർന്നു. ഇടയ്ക്കിടെ ഭയാനകമായി ഇടിവെട്ടും. ഫെഡറിക് വീണ്ടും ആ മരത്തിന് ചുവട്ടിൽ അഭയം തേടി. ഒപ്പം അടുത്തു തന്നെ മറിഞ്ഞു കിടന്ന ഒരു പടുകൂറ്റൻ വാഴയുടെ ഇല മുറിച്ചെടുത്ത് തലയ്ക്ക് മുകളിൽ പിടിച്ചു. ഒടുവിലെല്ലാം ശാന്തമായപ്പോൾ അയാൾ എഴുന്നേറ്റ് കടുവയെ സ്വതന്ത്രനാക്കാനുള്ള ശ്രമം തുടങ്ങി. തന്റെ ബാഗ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ അടുത്തു നിൽക്കുന്ന എന്തെങ്കിലും ചെറിയൊരു മരക്കൊമ്പ് വെട്ടിവീഴ്ത്തി അതുപയോഗിച്ച് ഈ മരം ഉയർത്താമായിരുന്നു. പക്ഷേ ആ ബാഗ് പോയിട്ട് അത് കിടക്കുന്ന ദിശ ഏതെന്ന് പോലും അറിയില്ല. അയാൾ ആ പാറയ്ക്ക് താഴെ മുട്ടിന്മേൽ നിന്ന് ആ ഭാരിച്ച മരത്തടി പതിയെ താഴേക്ക് നിരക്കിയിറക്കി. ഓരോ ഇഞ്ചും നീക്കി കഴിയുമ്പോൾ അയാൾ ഒരു കല്ലെടുത്ത് ആ വിടവിലിടും. അതങ്ങനെ പല പ്രാവശ്യം ആവർത്തിച്ചപ്പോൾ കടുവയുടെ പിൻകാൽ സ്വതന്ത്രമായി. തുടർന്ന് അയാൾ മുകളിൽ കയറി മരം താഴേക്ക് ഉരുട്ടിയിടാൻ ശ്രമം ആരംഭിച്ചു. ഇയാളീ ചെയ്യുന്നതെല്ലാം മനസ്സിലായ പോലെ കടുവ വേദന കടിച്ചമർത്തി അനങ്ങാതെ കിടന്നുകൊടുത്തു. ഒടുവിൽ 2 കാലുകളും സ്വതന്ത്രമായതോടെ ആ ജീവി പിടഞ്ഞെഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചു. പക്ഷേ പാവത്തിന്റെ ഒരു വശം തളർന്നു പോയിരുന്നു. എത്ര ശ്രമിച്ചിട്ടും എഴുന്നേറ്റ് നടക്കാനാവാതെ അത് വേച്ചു വീണുകൊണ്ടിരുന്നു. ഒടിവൊന്നും കാണുന്നില്ല സുഹൃത്തെ. ഒരുപക്ഷെ കാലുകൾ മരവിച്ചു പോയി കാണും. അല്പം വെയിറ്റ് ചെയ്യൂ, എല്ലാം ശരിയാകും. ഫെഡറിക് അതിനെ വീണ്ടും തലോടി തന്റെ യാത്ര ആരംഭിച്ചു. എങ്ങനെയെങ്കിലും രാത്രിയാകുന്നതിനു മുമ്പ് കടൽ തീരത്തെത്തണം. അവിടെ ഇത്ര അപകടമില്ല. പിന്നെ എങ്ങനെ നടന്നാലും അവസാനം താൻ താമസിച്ചെടുത്ത് തന്നെ എത്തും. ദ്വീപല്ലേ? അയാൾ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ട് നടപ്പാരംഭിച്ചു. കുറെ ദൂരം അങ്ങനെ ചെന്നപ്പോഴാണ് അയാളത് തിരിച്ചറിഞ്ഞത്. ആ കടുവ തന്നെ പിന്തുടരുന്നുണ്ട്. ഏയ്! അയാൾ തിരിഞ്ഞു നിന്നു. നിന്നെ രക്ഷിച്ചതിന്റെ സ്നേഹം കാണിക്കൊന്നുമല്ല എന്റെ പുറകെ വരുന്നതെന്ന് എനിക്കറിയാം. കൈയും കാലുമെല്ലാം അനക്കാറായാൽ നീ എന്നെ കൊന്നു തിന്നും. കടുവ ഭയന്ന് പുറകോട്ട് വലിഞ്ഞു. നിന്നെ ഞാൻ കുറ്റം പറയില്ല. അത് നിന്റെ വർഗ സ്വഭാവം. വിശന്നാ പിന്നെ എന്തും ചെയ്യും അല്ലേ? തുടർന്ന് താഴേക്കിറങ്ങി അയാൾ ഒരു വിശാലമായ പാറപ്പുറത്തെത്തി. അതിമനോഹരമായിരുന്നു ആ കാഴ്ച. സമുദ്രനിരപ്പിൽ നിന്നും എത്ര ഉയരത്തിലാണ് താനെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. താഴെ കൂടിയാണ് മേഘപാളികൾ തെന്നി നീങ്ങുന്നത്. അതിനിടയിലൂടെ താഴെ വിശാലമായി നീണ്ടുകിടക്കുന്ന കടൽ തീരം. ഇവിടെ നിന്നും ഏത് ദിശയിലാണ് തന്റെ ക്വാർട്ടേഴ്സ്? അയാൾ ചുറ്റും നോക്കി. യാതൊരു തരത്തിലും ദിശ മനസ്സിലാക്കിയെടുക്കാനാകുന്നില്ല. അയാൾ ആ പാറപ്പുറത്ത് മലർന്നു കിടന്നു. അടുത്ത നിമിഷം തന്നെ കണ്ണുകൾ അടഞ്ഞുപോയി. താനെത്ര ക്ഷീണിതനായിരുന്നുവെന്ന് അയാൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. അടഞ്ഞുപോയ കണ്ണുകൾ എത്ര ശ്രമിച്ചിട്ടും തുറന്നു പിടിക്കാനാകുന്നില്ല. പിന്നെ ബോധം വരുമ്പോൾ അയാൾ ഒരു വലിയ മരത്തിന്റെ ചുവട്ടിലായിരുന്നു. ഉദിച്ചുയർന്നു വരുന്ന സൂര്യകിരണങ്ങൾ മുഖത്തടിച്ചപ്പോഴാണ് അയാൾ കണ്ണു തുറന്നത്. ആദ്യമൊന്നും മനസ്സിലായില്ല. താൻ എവിടെയാണെന്നോ എന്തൊക്കെ സംഭവിച്ചെന്നോ ഒന്നും അയാൾക്ക് ഓർത്തെടുക്കാനായില്ല. കാട്ടിൽ കിടന്നുറങ്ങേണ്ടി വന്ന മറ്റൊരു ദിവസം കൂടി. അതായിരുന്നു അയാളുടെ ചിന്ത. പക്ഷേ എവിടെ നിന്നോ കേട്ട ഒരു ഹെലികോപ്റ്ററിന്റെ മുരൾച്ച അയാളെ സ്വബോധത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. മടങ്ങിപ്പോവുകയാണ് അവസാനത്തെ ഹെലികോപ്റ്ററും. അയാൾ തിരിച്ചറിഞ്ഞു. പിടഞ്ഞെഴുന്നേറ്റ് അയാൾ അമ്പരന്നുപോയി. താൻ ഉറങ്ങാൻ കിടന്നിടത്തു നിന്നും എത്ര ദൂരെ? ഇതെങ്ങനെ? അയാളോടി ആ പാറപ്പുറത്തെത്തി. താൻ ഉറങ്ങാൻ കിടന്ന ആ പാറപ്പുറത്ത് നിറയെ വെള്ളം കെട്ടിക്കിടക്കുന്നു. തലേന്ന് രാത്രി മഴ പെയ്തിരിക്കണം. പക്ഷെ ആരാണ് തന്നെ വലിച്ച് ആ മരച്ചുവട്ടിൽ കൊണ്ടുപോയിട്ടത്? അതിനുത്തരം തേടി അധികം അലയേണ്ടി വന്നില്ല.
ആ കടുവ തന്റെ പിൻകാലുകൾ മടക്കി സൂര്യോദയത്തിന് അഭിമുഖമായി ഉയരം കൂടിയ മറ്റൊരു പാറപ്പുറത്ത് അനങ്ങാതെ ഇരിപ്പുണ്ട്. ഇരിപ്പ് കണ്ടിട്ട് കാലുകൾക്ക് ആരോഗ്യം തിരിച്ചു കിട്ടിയ ലക്ഷണമുണ്ട്. ഫെഡറിക് മനസ്സിൽ പറഞ്ഞു. ശബ്ദമുണ്ടാക്കാതെ രക്ഷപ്പെടാം. ഒരു സുഹൃത്താക്കാൻ പറ്റിയ ജീവിയല്ല ഇത്. ആൻഡ്രോക്സിന്റെയും സിംഹത്തിന്റെയും കഥ അയാൾ കേട്ടിട്ടുണ്ട്. കാലിൽ നിന്നും മുള്ളൂരിക്കൊടുത്ത ആൻഡ്രോക്സിനെ സിംഹം രക്ഷിച്ച കഥ. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ വൻ ദുരന്തമാകാനേ സാധ്യതയുള്ളൂ. എന്നാൽ അയാൾ പുറകോട്ട് ചുവട് വെച്ചതും കടുവ ചെവി വട്ടം പിടിച്ചു. എഴുന്നേറ്റ് നിൽക്കുന്ന അയാളെ കണ്ടതും ആ ജീവി പതിയെ പാറപ്പുറത്തു നിന്നും ഇറങ്ങി അയാൾ കരികിലേക്ക് നടന്നു. ഫെഡറിക് അനങ്ങിയില്ല. ഓടിയാൽ ഇത്തരം ജീവികൾ ആക്രമിക്കുമെന്ന് അയാൾക്കറിയാം. അടുത്തെത്തിയതും അത് ശരീരമാസകലം ഒന്ന് കുടഞ്ഞുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് നോക്കി. ആ ഒരൊറ്റ നോട്ടത്തിന് തന്നെ അയാൾക്ക് മനസ്സിലായി, ഈ കടുവ തന്നെ ഉപദ്രവിക്കില്ല. കൂട്ടിനിനി ആരുമില്ലെന്ന് നിനക്കും മനസ്സിലായി കാണും അല്ലേ? ഫെഡറിക് ധൈര്യം സംഭരിച്ച് അതിന്റെ തലയിൽ തലോടി. അപ്പോഴാണ് അയാൾ ശ്രദ്ധിക്കുന്നത്, പെൺകടുവയാണ്. അയാളുടെ മനസ്സിൽ നിന്നും പേടി പൂർണ്ണമായും മാറി. വല്ലാതെ വിശക്കുന്നു. സംസാരിക്കാൻ ഒരു സുഹൃത്തിനെ കിട്ടിയതുപോലെയായിരുന്നു അയാൾക്ക്. പടുകൂറ്റൻ വാഴകൾ നിൽക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു ചെറിയ തെങ്ങിന്റെ ഉയരമുള്ളവ. ചിലതിൽ കുലകളുമുണ്ട്. ഇത് മനുഷ്യൻ കൃത്രിമമായി ബനാന ചെടികൾ ഉണ്ടാക്കിയെടുക്കുന്നതിനും ലക്ഷക്കണക്കിന് വർഷങ്ങൾ മുൻപുള്ളതാണ്. ഒരു വാഴപ്പഴം മാത്രം മതി ഒരു നേരത്തെ വിശപ്പടക്കാൻ. അത്ര വലുത്. പക്ഷേ ഉള്ളിൽ വലിയ വിത്തുകളുണ്ട്. അത് കളഞ്ഞു വേണം തിന്നാൻ. അധികം അന്വേഷിക്കേണ്ടി വന്നില്ല. അടുത്തു തന്നെ ഒരു പഴുത്ത കുല അയാളുടെ കണ്ണിൽപ്പെട്ടു. പിന്നെ അത് പറിച്ചെടുക്കാനുള്ള ശ്രമമായിരുന്നു. കല്ലെറിഞ്ഞിട്ടും നീളമുള്ള കൊമ്പുകൾ കൊണ്ട് കുത്തിയിട്ടുമെല്ലാം അയാൾ കാട്ടിക്കൂട്ടുന്നത് കൗതുകത്തോടെ ആ കടുവ നോക്കിയിരുന്നു. ഒടുവിലേതാണ്ട് അരമണിക്കൂർ നേരത്തെ അധ്വാനത്തിനു ശേഷം അയാൾ ഒരു 10-12 എണ്ണം താഴെ വീഴ്ത്തി. എന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു നീ. അതുകൊണ്ട് ഒരു പരീക്ഷണം. അയാൾ തൊലി കളഞ്ഞ് ഒരു പഴം അവൾക്ക് നേരെ നീട്ടി. എന്നാൽ അതിലേക്കൊന്നും നോക്കുക പോലും ചെയ്യാതെ അവൾ മുൻപോട്ട് നടന്നു. നീ ഒരു മാംസഭോജിയല്ലേ? എത്ര നാൾ വിശപ്പ് സഹിച്ച് എന്റെ പുറകെ നടക്കും? അവസാനം നിവർത്തിയില്ലാതെ വരുമ്പോ നീ എന്നെ ആഹാരമാക്കും. അത്ര തന്നെ. തുടർന്നുള്ള യാത്രയിലെല്ലാം അയാളുടെ ചിന്ത ഇവിടെ നിന്നും പലായനം ചെയ്ത മൃഗങ്ങളെല്ലാം എവിടെ പോയി കാണും എന്നതായിരുന്നു. പ്രകൃതിക്ഷോഭം മുൻകൂട്ടി അറിയാൻ അവർക്ക് കഴിയും. പക്ഷേ അവ എങ്ങോട്ടാണ് രക്ഷപ്പെടുക? ദ്വീപല്ലേ? അപ്പോൾ അയാൾക്ക് മറ്റൊരു സംശയം കൂടി ഉണ്ടായി. ഈ ഒറ്റപ്പെട്ട ദ്വീപിലെങ്ങനെ ഇത്രയധികം മൃഗങ്ങളുണ്ടായി? യാത്ര അധികം മുൻപോട്ട് പോകുന്നതിന് മുൻപ് തന്നെ അവൾക്ക് വേണ്ട ഭക്ഷണം അവൾ തന്നെ കണ്ടുപിടിച്ചു. ഒരു മരത്തിനടിയിൽ കുടുങ്ങിക്കിടന്ന കൂറ്റിനൊരു കാട്ടുപന്നിയെ നിമിഷങ്ങൾക്കുള്ളിലാണ് അവൾ കീഴ്പ്പെടുത്തി തന്റെ ഇരയാക്കിയത്. ഭീകരമായ കാഴ്ച കാണാനാവാതെ ഫെഡറിക് മുഖം തിരിച്ചു കളഞ്ഞു. പ്രകൃതി അതിന്റെ മക്കളെ പൊന്നുപോലെ നോക്കും. ഒരിക്കലും നശിപ്പിച്ചു കളയില്ല. പട്ടിണി കിടന്ന് ചാകാൻ അനുവദിക്കില്ല. പക്ഷേ അത് മുതലെടുക്കാൻ നോക്കിയാൽ തന്റെ മുതലാളി ലിയോ ഡിയോൺ എന്ന മനുഷ്യനോട് അടക്കാനാവാത്ത പക ഉള്ളിൽ വളർന്നു വരുന്നത് ഫെഡറിക് തിരിച്ചറിഞ്ഞു. അവൻ ഒറ്റയൊരുത്തന്റെ ആർത്തി കൊണ്ടാണ് ഇതിനെല്ലാം കാരണം. മനുഷ്യന് ആഗ്രഹങ്ങൾ തീർക്കാനുള്ളതെല്ലാം ഇവിടെയുണ്ട്. എന്നാൽ അത്യാഗ്രഹത്തിന് തികയില്ലതാനും. ഒരു വലിയ കഷ്ണം ഇറച്ചിയും കടിച്ചു വലിച്ചുകൊണ്ട് തന്നെ പിന്തുടരുന്ന കടുവയെ നോക്കി നിന്ന അയാൾ ഒരു നിമിഷം ചിന്തിച്ചു. ഞാനിനി നിന്നെ മിയ എന്ന് വിളിക്കും. എന്റെ ഒരു പഴയ ഗേൾഫ്രണ്ടിന്റെ പേരാ. ഇതുപോലെ എന്നെ കടിച്ചുകീറി ചോര കുടിക്കുന്നത് അവൾക്കൊരു ഹോബിയായിരുന്നു. അവസാന ഭാഗം പറഞ്ഞപ്പോൾ അയാൾ പൊട്ടിച്ചിരിച്ചു. 5-ാം ദിവസം. 5 ദിവസങ്ങൾ കൊണ്ട് ആ ദ്വീപിനെ പകുതിയോളം വലം വെച്ചു അവർ. ഒടുവിൽ, നീയത് കണ്ടോ മിയ? അയാൾ സന്തോഷം സഹിക്കാനാവാതെ വിളിച്ചുകൂവി. ദൂരെ ഒരു പടുകൂറ്റൻ വിൻഡ്മിൽ തിരിയുന്നുണ്ടായിരുന്നു. അങ്ങനത്തെ 10 എണ്ണം ഉണ്ടായിരുന്നു അവിടെ. അറ്റ്ലീസ്റ്റ് ഒരെണ്ണമെങ്കിലും ബാക്കിയിട്ടിയല്ലോ, അയാൾ ആശ്വസിച്ചു. നടന്നും ഓടിയും ഒടുവിൽ അടുത്തെത്തിയപ്പോൾ അയാൾ പൊട്ടി ചിരിക്കാൻ തുടങ്ങി. ഓ മാൻ, സ്റ്റുപ്പിഡ് ലിയോ, കിടക്കുന്ന കണ്ടില്ലേ നീ പണിത കൊട്ടാരങ്ങൾ? ഇനിയും തീർന്നു കാണില്ലേ നിന്റെ അഹങ്കാരം? കോട്ടാൻ ഐലൻഡ് റിസോർട്ട്. നിന്നിടത്ത് ഒരു വലിയ കോൺക്രീറ്റ് കൂമ്പാരം മാത്രം. ആ 2 മലകളിൽ അവർ എന്തൊക്കെ ചെയ്തോ അതെല്ലാം തകർന്ന് നിലംപൊത്തിയിരിക്കുന്നു. താൻ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിന് മാത്രം വലിയ പരിക്കൊന്നും പറ്റിയിട്ടില്ല. കെട്ടിടം ചരിഞ്ഞു പോയെന്ന് മാത്രം. അയാൾ ചിരി നിർത്താനാകാതെ കഷ്ടപ്പെട്ടു. നമുക്കെന്തെങ്കിലും സഹായം കിട്ടുമോ എന്ന് നോക്കാം.
ഇനിയധികം വൈകിയാൽ അപകടമാണ്. അയാൾ തന്റെ ക്വാർട്ടേഴ്സിന് സമീപമുള്ള കമ്മ്യൂണിക്കേഷൻ ഹബ്ബിലേക്ക് നടന്നു. അങ്ങനെ ഒരു കെട്ടിടം തന്നെ അവിടെ ഉണ്ടായിരുന്നതിന്റെ ലക്ഷണമില്ല. എല്ലാം മണ്ണിനടിയിലായിരിക്കുന്നു. ഒപ്പം മഴവെള്ളം നിറഞ്ഞ് ചെളിയും. അയാൾ അവിടെ കിടന്ന ഒരു കമ്പിങ് കഷ്ണമെടുത്ത് ഊഹം വെച്ച് മണ്ണിൽ പലയിടത്തും കുഴിച്ചു നോക്കി. ഒടുവിൽ ഒരു ജനൽപ്പാളിയിൽ കമ്പി തട്ടി ഗ്ലാസ് പൊട്ടുന്ന ശബ്ദം കേട്ടു. യെസ്. സന്തോഷത്തോടെ അയാൾ ആ പാളി കുത്തി തുറന്ന് അതിനിടയിലൂടെ ആ മുറിയിലേക്ക് ഊഴ്ന്നിറങ്ങി. ആഹാ, അയാൾ അപ്പോഴാണ് ശ്രദ്ധിച്ചത്. കെട്ടിടം തല കീഴായിട്ടാണ് കിടക്കുന്നത്. അയാൾ നിൽക്കുന്നത് റൂഫിന്റെ സ്ലാബിലാണ്. അവിടെയാകെ പരതി. കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് ആണെന്ന് തോന്നിയ എല്ലാം എടുത്ത് അയാൾ വെളിയിലേക്കിട്ടു. വയർലെസ് സെറ്റുകളാണ് അധികവും. അതുകൊണ്ട് പ്രയോജനമില്ല. സാറ്റലൈറ്റ് ഫോൺ വേണം. അഥവാ അത് കിട്ടിയാൽ തന്നെയും ചാർജ് ചെയ്യണമെങ്കിൽ കറണ്ട് വേണം. അതിജീവിച്ചേ പറ്റൂ. ഭിത്തിയിൽ ഒരു പോസ്റ്റർ ഒട്ടിച്ചിരുന്നു. വെറുതെ ഇരിക്കുന്നവന്റെ മനസ്സ് ചെകുത്താന്റെ പണിപ്പുരയാണ്. ഒപ്പം മുതലാളി ലിയോയുടെ ഒരു ചിത്രവും. അത് വായിച്ച് അയാൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് തല കീഴായി നിൽക്കുന്ന ആ ചിത്രത്തിലേക്ക് ഫെഡറിക് കാർക്കിച്ചു തുപ്പി. തുടർന്നങ്ങോട്ടുള്ള സമയം മുഴുവൻ അയാൾ പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് അവിടമാകെ പരതുകയായിരുന്നു. സാറ്റലൈറ്റ് ഫോൺ ഒരെണ്ണം കിട്ടിയെങ്കിലും തികച്ചും പ്രവർത്തനം നിലച്ചതായിരുന്നു. മറിഞ്ഞു വീണ ഒരു മേശയ്ക്കടിയിൽപ്പെട്ട് അതാകെ തകർന്ന് തരിപ്പടമായിരിക്കുന്നു. ഇനിയൊരു മാർഗം SOS സന്ദേശം അയക്കുക എന്നതാണ്. കടലിലൂടെ പോകുന്ന ഏതെങ്കിലും കപ്പലുകളിലേക്ക് ഒരു റേഡിയോ സന്ദേശം അയക്കാൻ സാധിച്ചാൽ. പക്ഷേ ഈ വഴിയിൽ കപ്പൽശാലുകളൊന്നും തന്നെയില്ല. പതിയെ പതിയെ തന്നെ ഒരു വല്ലാത്ത ഭയം കീഴ്പ്പെടുത്തുന്നത് അയാൾ തിരിച്ചറിഞ്ഞു. തികച്ചും ഒറ്റപ്പെട്ടു പോയോ താൻ? ഇനി പുറം ലോകം കാണാൻ സാധിക്കില്ലേ ഒരിക്കലും? വൈകുന്നേരം വരെ ശ്രമിച്ചിട്ടും അയാൾക്കാകെ സാധിച്ചത് വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ മാത്രമാണ്. അതും ഗ്രിഡിലെ ഒരു ചെറിയ ഭാഗം മാത്രം. പുറത്തേക്കിറങ്ങിയ അയാൾ കടൽ തീരത്ത് മണലിൽ പുതഞ്ഞ നിലയിൽ കിടക്കുന്ന ഹെലികോപ്റ്റർ കണ്ടു. കുറെ കാലമായി അതങ്ങനെ കിടക്കുന്നു. ഡീകമ്മീഷൻഡ് ആണ്. ഓഷ്യാനോ ടൂർസ് എന്ന കമ്പനി ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നിരുന്നതാണതിൽ. എന്തോ യാത്രാ തകരാർ മൂലം ലാൻഡ് ചെയ്തതാണ്. ആഴ്ചകളായി തന്നെ സുഖപ്പെടുത്താൻ വരുന്ന ടെക്നീഷ്യൻസിനെ പ്രതീക്ഷിച്ചു കഴിയുന്ന യന്ത്രപക്ഷി. അതിനുള്ളിൽ റേഡിയോ സംവിധാനം കാണണം. ഫെഡറിക് ക്വാർട്ടേഴ്സിലെ തന്റെ മുറിയിൽ നിന്നും അതിന്റെ താക്കോൽ സംഘടിപ്പിച്ച് ഓടി അതിനടുത്തെത്തി. ഇതെല്ലാം നടക്കുന്ന സമയത്ത് മിയ ആ മലമുകളിലേക്കും നോക്കി അനങ്ങാതെ ഇരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ മുരളുന്നുണ്ട്. ചെവി വട്ടം പിടിച്ച് എന്തൊക്കെയോ ശബ്ദങ്ങൾക്ക് കാതോർക്കുകയാണ് അവൾ. ബാറ്ററി ഡ്രെയിനായിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും കോപ്റ്റർ സ്റ്റാർട്ടാകുന്നില്ല. ഫെഡറിക്ക് നിരാശനായി ആ സീറ്റിൽ ചാരിക്കിടന്നു. കുറെ കഴിഞ്ഞിട്ടും അവനെ കാണാഞ്ഞിട്ടാകണം മിയ നടന്നു ചെന്ന് മുൻകാലുകൾ ഉയർത്തി കോപ്റ്റിനുള്ളിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ചു. പക്ഷേ തന്റെ കൂറ്റൻ ശരീരം ആ വാതിലിനുള്ളിലൂടെ അകത്തേക്ക് കയറില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൾ അവനെ നോക്കി മുരണ്ടു. എല്ലാം കഴിഞ്ഞു മിയ. ഫെഡറിക്കിന്റെ തൊണ്ടയിടറി. ആരും വരുന്നില്ല നമ്മളെ രക്ഷിക്കാൻ. ആരെയും വിളിക്കാൻ മാർഗമില്ല. അറ്റ്ലീസ്റ്റ് നീയെങ്കിലും രക്ഷപ്പെടൂ. എന്റെ കൂടെ തുടർന്നാൽ പരമാവധി ഒരു നേരത്തെ ആഹാരം മാത്രം തരാനേ എനിക്കാകൂ. അയാൾ തന്റെ ശരീരം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത്. പക്ഷെ അവൾ പിന്മാറിയില്ല. അയാൾ അവളെ തള്ളി പുറത്തേക്ക് ഇറക്കാൻ ശ്രമിച്ചു. എന്നാൽ അവൾ കൂടുതൽ കൂടുതൽ അവനടുത്തേക്ക് എത്താൻ ആഞ്ഞതേയുള്ളൂ. ആ പരാക്രമത്തിൽ കോപ്റ്ററിന്റെ പാസഞ്ചർ സീറ്റ് ഇളകി ഊരിപ്പോയി. നിനക്കെന്തറിയാം? അയാൾ പൊട്ടിത്തെറിച്ചു. സ്റ്റുപ്പിഡ് ആനിമൽ. എന്നെപ്പോലെ തന്നെ യാതൊരു പ്രയോജനവുമില്ലാത്ത വിധേയത്വം പേറി നടക്കുന്ന മന്ദബുദ്ധി. ആ നിമിഷം ഹെലികോപ്റ്ററിനുള്ളിലെ ലൈറ്റുകൾ തെളിഞ്ഞു. ബാറ്ററി ലോ. ഒരു ചുവന്ന വാണിംഗ് ലൈറ്റ്. ഫെഡറിക്ക് ചാടി റേഡിയോ വലിച്ചെടുത്ത് സംസാരം തുടങ്ങി. ഹലോ, ദിസ് ഈസ് ഫ്രം ദി ഐലൻഡ് ഓഫ് കോട്ടാന. മെയ്ഡേ, മെയ്ഡേ. ഐ നീഡ് ഹെൽപ്പ്. ഞാനിവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. പ്ലീസ് ഹെൽപ്പ്. ഫ്രീക്വൻസികൾ മാറ്റി മാറ്റി അയാൾ ആ സന്ദേശം അയച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ രാത്രി വളരെ വൈകിയാണ് ഒരു മറുപടി കിട്ടിയത്. ഇത് PNG കോസ്റ്റ് ഗാർഡ്സ് ആണ്. ആരാണിത്? എവിടെ നിന്ന് സംസാരിക്കുന്നു? മൈ ഗോഡ്. സന്തോഷം സഹിക്കാനാവാതെ ഫെഡറിക് അലറിപ്പോയി. ഞാൻ ഫെഡറിക് ഗോൺസാൽവോസ്. ഇവിടെ കോർ. അത്രയും പറഞ്ഞപ്പോഴേക്കും ഒരു മൂളലോടെ കോപ്റ്റർ ഓഫായി. ഷിറ്റ്. അയാൾക്കത് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. ബാറ്ററി തീർന്നിരിക്കുന്നു. അതും നിർണായകമായ നിമിഷത്തിൽ തന്നെ. അയാൾ ദേഷ്യത്തിൽ കയ്യിൽ തടഞ്ഞതെല്ലാം വലിച്ചെറിഞ്ഞു. ഒരൊറ്റ ചവിട്ടിന് കോപ്റ്ററിന്റെ ഡോർ ഒടിഞ്ഞു തൂങ്ങി. ഭയന്നുപോയ മിയ പിൻവലിഞ്ഞു. ഏതാണ്ട് അരമണിക്കൂർ അയാൾ കോപ്റ്ററിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങിയില്ല.
വായിൽ വന്ന തെരുവാക്കുകളെല്ലാം അലറി വിളിച്ചുകൊണ്ട് അയാൾ അതിനുള്ളിൽ തന്നെയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി വന്ന ഫെഡറിക് ഒരു പുതിയ മനുഷ്യനായിരുന്നു. സോറി മൈ ഗേൾ, അയാൾ മിയയെ ആശ്വസിപ്പിച്ചു. വിഷമിക്കണ്ട, സകല വാതിലുകളും അടയുമ്പോൾ ദൈവം ഒരു ജനലെങ്കിലും തുറന്നു തരും എന്നല്ലേ? നമുക്ക് കാത്തിരിക്കാം. രാത്രി ക്വാർട്ടേഴ്സിനുള്ളിൽ ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകളിലായിരുന്നു ഫെഡറിക്. കട്ടിലിന്റെ 3 കാലുകളും ഒടിഞ്ഞുപോയിരുന്നു. ശേഷിച്ച ഒരു കാലം കൂടി തട്ടിക്കളഞ്ഞ് അയാൾ അത് നിലത്തിറക്കി വെച്ചു. പരമാവധി ശാന്തനായിരിക്കാൻ അയാൾ ശ്രദ്ധിച്ചു. അനാവശ്യമായി ദേഷ്യപ്പെട്ടാൽ ഒരുപക്ഷേ സമനില തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ടു പോയാൽ മനുഷ്യരുടെ സ്വഭാവത്തിൽ വളരെ വിചിത്രമായ പ്രത്യേകതയുണ്ടാകുമെന്ന് കേട്ടിട്ടുണ്ട്. ഉറക്കം നഷ്ടപ്പെടും, മായ കാഴ്ചകൾ കാണും, ജീവനില്ലാത്ത വസ്തുക്കളോട് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ നല്ല ഉറക്കത്തിലേക്ക് ആഴ്ന്നുപോയിരുന്നു ഫെഡറിക്. അയാളുടെ കാൽച്ചുവട്ടിൽ തന്നെ അനുസരണയുള്ള ഒരു വളർത്തു നായയെപ്പോലെ മിയ ചുരുണ്ടുകൂടി കിടന്നു. ഏതാണ്ട് 11 മണിയായി കാണണം. മിയ പെട്ടെന്ന് ഞെട്ടിയെഴുന്നേറ്റു. ചെവികൾ വട്ടം പിടിച്ച് ഉറക്കിയൊന്നു മുരണ്ടു. ഫെഡറിക്കും ഞെട്ടിയുണർന്നു. വാട്ട് ഹാപ്പൻ? അയാൾ മുറിയിലെ സോളാർ ലാമ്പ് തെളിയിച്ചു. എഴുന്നേറ്റ് വാതിൽക്കലേക്ക് നോക്കി. തന്റെ മുരൾച്ച തുടരുകയാണ് മിയ. തലയിണ കീഴിൽ നിന്ന് തന്റെ പിസ്റ്റൾ വലിച്ചെടുത്തു അയാൾ. തനിക്ക് കേൾക്കാൻ പറ്റാത്തതെന്തോ മിയ കേൾക്കുന്നുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. ആരെങ്കിലും ഉണ്ടോ അവിടെ? അയാൾ ഉറക്കെ വിളിച്ചു ചോദിച്ചു. മറുപടിയില്ല. ഇറ്റ്സ് നത്തിങ് മിയ, കിടക്കൂ. എന്തായാലും നമുക്ക് നാളെ നോക്കാം. അയാൾ ക്ഷീണിതനായിരുന്നു. എന്നാൽ കിടക്കയിലേക്ക് ചാഞ്ഞതും അയാളത് കേട്ടു. വാതിലിന് വെളിയിൽ ആരോ നടക്കുന്ന ശബ്ദം. പുറത്തെ നിലാവെളിച്ചത്തിൽ ആരുടെയോ നിഴൽ വാതിലിനടിയിലൂടെ മുറിക്കുള്ളിലേക്ക് വരുന്നുമുണ്ട്. ആരാവിടെ? ഫെഡറിക് ചാടി എഴുന്നേറ്റു. മേയുടെ മുരൾച്ച ഒരു പൂർണ്ണ ഗർജനമായി മാറി. ഞെട്ടിത്തിരിഞ്ഞ് അവളെ നോക്കിയ അയാൾ അപ്പോഴാണ് ആ ജീവി എത്ര അപകടകാരിയാണെന്ന് ആലോചിച്ചത്. ഹെൽപ്പ് മീ. പുറത്തു നിന്നും ഒരു പതിഞ്ഞ സ്വരം. ഒരു പെൺകുട്ടിയുടെ. എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഫെഡറിക് ആകെ അന്തം വിട്ടു. ആരായിരിക്കും ഇത്? ഒടുവിൽ രണ്ടും കൽപ്പിച്ച അയാൾ വാതിൽ തുറക്കാൻ തന്നെ തീരുമാനിച്ചു. തോക്ക് ലോഡഡ് ആണെന്ന് ഉറപ്പുവരുത്തി. ഓരോ കാൽവയ്പിലും ശ്രദ്ധിച്ച് ഡോറിനരികിലെത്തിയ അയാൾ ഒരൊറ്റ വലിക്ക് അത് തുറന്ന് ഒരലർച്ചയോടെ തോക്ക് ചൂണ്ടി. അവിടെ ഏതാണ്ട് 18 വയസ്സ് തോന്നിക്കുന്ന ഒരു പെൺകുട്ടി നിന്നിരുന്നു. തളർന്ന അവശയായി, ഏതു നിമിഷവും നിലം പതിക്കാമെന്ന നിലയിൽ. വലം കൈയിൽ ഒരു വിലങ്ങ്. അതിന്റെ മറ്റേ ഭാഗം ഒരു കഷ്ണം മരത്തടിയിൽ ബന്ധിച്ച നിലയിലായിരുന്നു. അഴിച്ചിട്ട നീണ്ട മുടി കാറ്റിൽ പാറിക്കളിക്കുന്നുണ്ട്. നിലാവെളിച്ചത്തിൽ ആ രൂപം ആരെയും വൈചകിതരാക്കാൻ പോകുന്നതായിരുന്നു. ആരാ? ഫെഡറിക്കിന്റെ സ്വരമിടറി. പെട്ടെന്നാണ് പെൺകുട്ടി അയാൾക്ക് പിറകിൽ നിൽക്കുന്ന മിയയെ കണ്ടത്. പല്ലുകൾ ഇടിച്ചു പിടിച്ച് കടുവൊന്ന് ചീറ്റി. അതോടെ ബോധം നഷ്ടപ്പെട്ട ആ പെൺകുട്ടി വാതിക്കൽ നിന്നിരുന്ന ഫെഡറിക്കിന്റെ മേലേക്ക് കുഴഞ്ഞു വീണു. അവളെ താങ്ങിയെടുത്ത് മുറിക്കുള്ളിലേക്ക് കയറിയ അയാൾ നേരെ ബെഡിൽ കൊണ്ടുപോയി കിടത്തി. നല്ല പരിചയം തോന്നുന്ന മുഖം, അയാൾ പെറുപിറുത്തു. ഏതാനും മിനിറ്റുകൾ ആലോചിച്ചു നിന്ന ശേഷം ഒരു കുപ്പിയിൽ കരുതിയിരുന്ന വെള്ളമെടുത്ത് അയാൾ അവളുടെ മുഖത്ത് തളിച്ചു. ഞെട്ടി കണ്ണുകൾ തുറന്നെങ്കിലും അവൾക്ക് എഴുന്നേൽക്കാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. പറയൂ കുട്ടി, ആരാ നീ? അയാൾ അവളുടെ കവിളിൽ മെല്ലെ തട്ടി. തന്റെ കാൽച്ചുവട്ടിൽ നിൽക്കുന്ന കൂറ്റൻ കടുവയെ തന്നെയാണ് അവളുടെ നോട്ടം. ശ്വാസമെടുക്കാൻ പോലും ഭയന്നുള്ള ആ ഇരിപ്പ് കണ്ട് ഫെഡറിക് അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇതൊരു സുഹൃത്താണ്, പേടിക്കണ്ട, ഉപദ്രവിക്കില്ല. ഞാനും കുട്ടിയെ ഉപദ്രവിക്കില്ല. പറയൂ, ആരാ നീ? അവൾ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കി ഒരു നിമിഷം വിറങ്ങലിച്ചു നിന്നു. കോർട്ടാന. അവളുടെ സ്വരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓ, ഫെഡറിക്കിന് പെട്ടെന്ന് ഓർമ്മ വന്നു. കോർട്ടാന, യു മീൻ ലിയോയുടെ? അതെ, ലിയോയുടെ ഗേൾഫ്രണ്ട്. അവൾ തലകുലുക്കി. നീ ഒറ്റയ്ക്കുള്ളോ? നീ മാത്രമിങ്ങനെ? ഏങ്ങലടിച്ചുള്ള ഒരു കരച്ചിലായിരുന്നു മറുപടി. ആ ബാസ്റ്റഡ് എന്നെ ഇവിടെ ഉപേക്ഷിച്ചു പോയി അവൻ, ചാകാൻ വിട്ടിട്ട്. അവൾ തന്റെ കയ്യിലെ വിലങ്ങ് ഉയർത്തി കാണിച്ചു. വാട്ട്? ഫെഡറിക്കിനൊന്നും മനസ്സിലായില്ല. 1 വർഷമായി അവനെന്നെ ഒഴിവാക്കാൻ നോക്കുന്നു. ഇപ്പോ അവനൊരവസരം കിട്ടിയതാ. എർത്തുകയൊക്കെ തുടങ്ങിയപ്പോൾ, അലാറം മുഴങ്ങിയപ്പോൾ അവനെന്നെ ബെഡ്റൂമിൽ കൂട്ടിക്കൊണ്ടുപോയി അവിടെ ബെഡ് പോസ്റ്റിൽ ദായി വിലങ്ങിട്ട് പൂട്ടി. ഫെഡറിക് സ്തംഭിച്ചു നിന്നുപോയി. എന്തൊരു ക്രൂരത! എല്ലാം തകർന്നു വീണു. എന്തോ ഭാഗ്യത്തിന് ബെഡ്റൂമിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. പക്ഷേ ബംഗ്ലാവ് മുഴുവൻ ഭൂമിക്കടിയിലായിപ്പോയി.
ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു. ഇന്നലെയാണ് ബെഡ് പോസ്റ്റ് തകർത്ത് എൻ്റെ കൈ വിടുവിച്ചെടുക്കാനായത്. പിന്നെ ആ കെട്ടിടത്തിൽ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള മാർഗം അന്വേഷിച്ച് നടന്നു. ഒത്തിരി കഷ്ടപ്പെട്ടു. അവൾ വിങ്ങിപ്പൊട്ടി. നിങ്ങളെ ഞാൻ കുറേ സമയം മുൻപേ കണ്ടതാ. പക്ഷേ അടുത്തേക്ക് വരാൻ പേടിയായിരുന്നു. അവൾ മിയയെ നോക്കി. ഇറ്റ്സ് ഓക്കെ, യു ആർ സേഫ് നൗ. ഫെഡറിക് അവളെ താങ്ങിയെഴുന്നേൽപ്പിച്ചു. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. പേരെനിക്കറിയില്ല. ഞാൻ ഫെഡറിക്. ഫ്രെഡി എന്ന് വിളിച്ചാൽ മതി. ഇത് മിയ. കടുവയെ നിങ്ങൾ വളർത്തുന്നതാണോ? ഫെഡറിക് പൊട്ടിച്ചിരിച്ചു. ഈ ദ്വീപിൽ നമ്മൾ ആരും ഒന്നും വളർത്തേണ്ട ആവശ്യമില്ല കുട്ടി. ഒക്കെ തനിയെ വളർന്നു വന്നിരുന്നതാണ്. നമ്മൾ പലതും വളർത്താൻ ശ്രമിച്ചതിൻ്റെ അനന്തരഫലമാണ് ഈ കാണുന്നതൊക്കെ. എനിക്ക് വിശക്കുന്നു. അവൾ വീണ്ടും കരയാൻ തുടങ്ങി. ഓ, അതിന് വഴിയുണ്ടാക്കാം. കരയല്ലേ? ഫെഡറിക് ക്യാബിനറ്റ് തുറന്നു. സപ്ലൈ ക്വാർട്ടേഴ്സിൽ നിന്ന് ഞാൻ കുറേ സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ചിപ്സാണ് അധികവും. തൽക്കാലം അത് കഴിക്കേ. പിന്നെതാ ഈ പഴങ്ങളും. ഞാൻ കാട്ടിൽപ്പെട്ട സമയത്ത് പറിച്ച് കയ്യിൽ സൂക്ഷിച്ചതാ. ഭക്ഷണം കണ്ട മാത്രയിൽ ആർത്തിയോടെ ചാടി വീണ് വലിച്ചു വാരി തിന്നാൻ തുടങ്ങി അവളെ കണ്ടപ്പോൾ ഫെഡറിക്കിന്റെ മുഖത്ത് സഹതാപം നിറഞ്ഞു. കഴിഞ്ഞ ആഴ്ച വരെ എത്ര സുഖലോലുപതയിൽ ജീവിച്ചതാണിവൾ. ലിയോ ഡിയോണിന്റെ ഗേൾഫ്രണ്ട്. അവളുടെ പേരാണ് ഐലൻഡിൽ അയാൾ ഇട്ടിരിക്കുന്നത്. അത്രയും ചിന്തിച്ചപ്പോൾ അയാൾക്കൊരു സംശയം തോന്നി. നിനക്ക് എത്ര വയസ്സായി കുട്ടി? 18. അപ്പോൾ 4.5 വർഷങ്ങൾക്ക് മുമ്പാണ് അയാൾ ഈ ദ്വീപിന് കുട്ടിയുടെ പേരിടുന്നത്. അപ്പോൾ എനിക്ക് 12 വയസ്സുള്ളപ്പോൾ എന്നെ തട്ടിക്കൊണ്ടു പോന്നതാണ് ലിയോ. എൻ്റെ പാരൻസിന് ഒരു തുക കൊടുത്ത് എന്നെ അയാൾ വാങ്ങി. അത് പറഞ്ഞപ്പോൾ പക്ഷെ അവൾ കരഞ്ഞില്ല. മരവിപ്പായിരുന്നു മുഖത്ത്. അയാൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. ഇപ്പോൾ ഇത്തരം ഇടപാടുകൾ നടക്കുന്ന ഒരു രാജ്യമാണ് പാപ്പുവ ന്യൂഗിനി. കുട്ടികളോടുള്ള ലൈംഗിക അതിക്രമങ്ങൾക്ക് കുപ്രസിദ്ധിയാർജിച്ച നാട്. കുട്ടി ഉറങ്ങിക്കോളൂ. നാളെ സംസാരിക്കാം നമുക്ക്. ഫെഡറിക് ഒരു ദീർഘനിശ്വാസത്തോടെ ലൈറ്റ് ഡിം ചെയ്തു. പിറ്റേന്ന് അതിരാവിലെ ഫെഡറിക് കണ്ണുകൾ തുറന്നു. കഴിഞ്ഞ നാളുകൾ പോലെയല്ല. എന്തോ ഒരു പ്രത്യേകതയുള്ള പുലരി. കിളികളുടെ കരച്ചിലാണ് ചുറ്റിലും. അയാൾ വെളിയിലേക്കിറങ്ങി. പറന്നുപോയവരെല്ലാം തിരിച്ചു വരികയാണ്. തങ്ങളുടെ ആവാസ വ്യവസ്ഥ തിരിച്ചു കിട്ടിയിരിക്കുന്നു. റിസോർട്ട് സ്ഥിതി ചെയ്തിരുന്ന മലയുടെ മറുഭാഗത്തേക്കാണ് എല്ലാവരുടെയും യാത്ര. ഹേയ് മിയ. അയാൾ മുറിക്കകത്തേക്ക് തല നീട്ടി വിളിച്ചു. പുറത്തേക്ക് വാ. ഇത് നോക്കൂ. നല്ലൊരു ഉറക്കം കഴിഞ്ഞെഴുന്നേറ്റ് അവൾ ഒന്ന് മൂരി നിവർത്തി. നന്നായി വാ പിളർത്തി ഒന്ന് ഗർജിച്ചു. കോട്ടാന ഞെട്ടി ഉണർന്നു. കമോൺ മിയ, ലെറ്റ്സ് ഗോ. അയാൾ കൈകൊണ്ട് ആംഗ്യം കാട്ടി നടപ്പ് തുടങ്ങി. ജോഗിങ്? കോട്ടാന അത്ഭുതപ്പെട്ടു. കുട്ടി അത് കണ്ടോ? അയാൾ മലയ്ക്കപ്പുറത്തേക്ക് വിരൽ ചൂണ്ടി. എൻ്റെ ഊഹ ശരിയാണെങ്കിൽ മിയയുടെ കുടുംബം അവിടെ ഉണ്ടാകണം. ഈ പക്ഷികളെല്ലാം തിരിച്ച് ആ ദിശയിലാണ് പറക്കുന്നത്. നമ്മളെപ്പോലെയല്ല. ഇവറ്റകൾക്ക് പ്രകൃതി പ്രത്യേകം മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്. ഞാനിവളെ അവിടെ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം. ആ പെൺകുട്ടിക്ക് ഒന്നും മനസ്സിലായ ലക്ഷണമില്ല. പക്ഷെ അവൾ മറുത്തൊന്നും പറയാതെ അയാളെ അനുസരണയോടെ പിന്തുടരുന്ന പൂർണ്ണ വളർച്ചയെത്തിയ ആ കടുവയെ കൗതുകത്തോടെ നോക്കിയിരുന്നു. ഫെഡറിക്കിന്റെ ചിന്ത ശരിയായിരുന്നു. ഏതാണ്ട് 2 കിലോമീറ്ററോളം നീണ്ട ആ യാത്രയ്ക്കൊടുവിൽ മലനിരകൾക്കപ്പുറം തന്റെ കുടുംബക്കാരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ മിയ ആഹ്ലാദവതിയായി. പൊയ്ക്കോളൂ. അയാൾ അവളുടെ മൂർധാവിൽ തലോടി. ഇനിയൊരിക്കലും നമ്മൾ തമ്മിൽ കണ്ടെന്നു വരില്ല. പക്ഷേ അയാൾ തന്റെ ഹൃദയത്തിലേക്ക് വിരൽ ചൂണ്ടി. മറക്കില്ല നിന്നെ ഒരിക്കലും ഞാൻ. തൊണ്ടയിടറിയിരുന്നു അത് പറഞ്ഞപ്പോൾ. സാവധാനം മലയിറങ്ങിപ്പോകുന്ന തന്റെ പ്രിയ സുഹൃത്തിനെ നോക്കി അയാൾക്ക് അധികം നേരം നിൽക്കാനായില്ല. കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അയാൾ പതിയെ തിരിഞ്ഞു നടന്നു. എന്നാൽ മുൻപോട്ട് നടന്നുകൊണ്ടിരുന്ന മിയ പെട്ടെന്ന് നിന്നു. ചെവി വട്ടം പിടിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. വിൻഡ് മില്ലിന് സമീപമായി ഒരു വലിയ സോളാർ പാനൽ ഗ്രിഡ് ഉണ്ടായിരുന്നു. അതിനെന്തെങ്കിലും കേടുപാടുകൾ പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി അങ്ങോട്ട് പുറപ്പെട്ടു അയാൾ. അപ്പോൾ ചക്രവാളത്തിൽ ഒരു കറുത്ത പൊട്ട് പ്രത്യക്ഷപ്പെട്ടു. ഹെലികോപ്റ്റർ. അതിന്റെ ലക്ഷ്യം ഇങ്ങോട്ട് തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞതും അയാൾ എല്ലാം ഉപേക്ഷിച്ച് തന്റെ ഷർട്ടൂരി വീശിക്കൊണ്ട് അതിനു നേരെ ഓടാൻ ആരംഭിച്ചു. ആരെങ്കിലും തലേന്നത്തെ തന്റെ റേഡിയോ സന്ദേശം പിന്തുടർന്നെത്തിയതാകും. കോപ്റ്റർ മിനിറ്റുകൾക്കുള്ളിൽ ദ്വീപിലെത്തിക്കഴിഞ്ഞു. ശബ്ദം കേട്ട് വെളിയിലേക്കിറങ്ങിയ കോർട്ടാനയെ അയാൾക്ക് കാണാമായിരുന്നു. താൻ വളരെ ദൂരെയാണ്. എങ്കിലും ഭയപ്പെടാനില്ല. കോർട്ടാന എന്തായാലും അടുത്തു തന്നെയുണ്ട്. അയാൾ ഓട്ടം നിർത്തി.
എന്നാൽ പുറത്തേക്കിറങ്ങിയ ആ പെൺകുട്ടി ഹെലികോപ്റ്റർ കണ്ടതും ഭയചകിതയായി തിരിച്ചോടുന്നതാണ് അയാൾ കണ്ടത്. അവൾ ഉറക്കെ നിലവിളിച്ചുകൊണ്ട് താൻ നിൽക്കുന്ന ദിശയിൽ പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ തന്നെ ഫെഡറിക്കിന് മനസ്സിലായി ആരാണ് വന്നിരിക്കുന്നതെന്ന്. ലിയോ ഡിയോൺ, ദ്വീപിന്റെ ഉടമസ്ഥൻ. അയാൾ പോക്കറ്റിൽ തപ്പി. പിസ്റ്റൾ എടുക്കാൻ മറന്നിരിക്കുന്നു. കൊല്ലണം ഈ പട്ടിയെ. ഫെഡറിക് പല്ലും ഞെരിച്ചുകൊണ്ട് താഴെ ഓടിയിറങ്ങി. അധികം വൈകിയില്ല. ഓടിയെത്തിയ കോട്ടാന അവന്റെ നെഞ്ചിലേക്ക് വീണു. വല്ലാതെ കിതയ്ക്കുന്നുണ്ടായിരുന്നു അവൾ. അത് എനിക്ക് മനസ്സിലായി കുട്ടി. ഫെഡറിക് അവളെ ആശ്വസിപ്പിച്ചു. ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്തിരുന്നു. പുറത്തേക്കിറങ്ങിയ ലിയോ അവരെ നോക്കി കൈ ഉയർത്തി. എങ്ങോട്ടായി ഓടുന്നത്? ഇതൊരു ദ്വീപല്ലേ? എവിടെ വരെ ഓടാനൊക്കും? അയാൾ വിളിച്ചു ചോദിച്ചു. ഫെഡറിക് അവളെയും കൂട്ടി താഴേക്കിറങ്ങാൻ തുടങ്ങി. അയാൾ കൊല്ലും നമ്മളെ. കരച്ചിലിനിടയിലും അവൾ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. ഇല്ല കുട്ടി, അയാൾക്ക് കൊല്ലാവുന്നതിന്റെ പരമാവധി അയാൾ കൊന്നുകഴിഞ്ഞു. ഇനിയിപ്പോ അയാൾ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് കൊല്ലാനല്ല, ചാകാനാ. നിശ്ചയദാർഢ്യത്തോടെയുള്ള അവന്റെ മറുപടി കേട്ട് അവൾ പെട്ടെന്ന് ശാന്തയായി. അവർ അടുത്തെത്തിയതും ലിയോ കോപ്റ്ററിനുള്ളിൽ നിന്നും ഒരു മെഷീൻ ഗൺ വലിച്ചെടുത്തു. അകത്തേക്ക് നടക്ക്, അയാൾ അവരെ നോക്കി ആജ്ഞാപിച്ചു. ഫെഡറിക് ഒന്നും മിണ്ടാതെ അയാൾ പറഞ്ഞതനുസരിച്ചു. നിന്റെ പേര് ഫ്രെഡി എന്നല്ലേ? പുറകിൽ നിന്ന് അയാളുടെ ചോദ്യം. യെസ്. നീയാണോ ഇന്നലെ റേഡിയോ സന്ദേശം അയച്ചത്? അതെ. എന്നെ കോസ്റ്റ് ഗാർഡ് വിളിച്ച ഉടൻ ഞാൻ പുറപ്പെടുകയായിരുന്നു. എന്നേക്കാൾ മുമ്പ് മറ്റാരെങ്കിലും വന്ന് അവളെ കണ്ടാൽ പ്രശ്നമായേനെ. അതിരിക്കട്ടെ, വേറെ ആരെങ്കിലും ഉണ്ടോ ഇവിടെ സർവൈവ് ചെയ്തവർ? ഇല്ല. നിന്റെ കൂടെ ഉണ്ടായിരുന്നവർ? ഫ്രെഡി ഒന്നും മിണ്ടിയില്ല. നീ എങ്ങനെ രക്ഷപ്പെട്ടു? അതിനും അയാൾ മറുപടി കൊടുത്തില്ല. ഫ്രെഡി, ലിയോയുടെ സ്വരത്തിൽ സൗഹൃദഭാവമായിരുന്നു. വല്ലാതെ ഭയന്നുപോയി കാണും അല്ലേ? ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ലെന്ന് കരുതി കാണും. എനിക്ക് മനസ്സിലാകും ആ നിസ്സഹായാവസ്ഥ. ഞാനും അനുഭവിച്ചതാണിവിടെ ആദ്യമായി കാലുകുത്തിയ ദിവസം. അപ്പോഴേക്കും വാതിൽക്കലെത്തിയ ഫ്രെഡറിക് കോട്ടാനെ അകത്തേക്ക് തള്ളിയിട്ട് തിരിഞ്ഞു നിന്നു. നിങ്ങളുടെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ്? ലുക്ക് മാൻ, നിന്നെ കൊല്ലേണ്ട ഒരാവശ്യം എനിക്കില്ല. പക്ഷേ അവളിനി ജീവിച്ചിരുന്നാൽ എനിക്കൊരു ബാധ്യതയാണ്. എൻ്റെ എല്ലാം അവർക്കറിയാം. മര്യാദയ്ക്ക് മുന്നിൽ നിന്ന് മാറിയാൽ നിനക്ക് രക്ഷപ്പെടാം. കോപ്റ്ററിൽ ഇഷ്ടം പോലെ ഇടമുണ്ട്. നിന്നെപ്പോലെ മിടുക്കനായ ഒരു എഞ്ചിനീയറെ കൊണ്ട് എന്നും എനിക്ക് ആവശ്യമുണ്ട്. എഞ്ചിനീയർമാരെ കൊണ്ട് നീ പണിയിപ്പിച്ചതല്ലേ കിടക്കുന്നത്? ഇനിയും മതിയായിട്ടില്ലേ നിനക്ക്? ഓ ഇതോ? അയാൾ നിസ്സാര ഭാവത്തിൽ പുഞ്ചിരിച്ചു. ഇതൊക്കെ എനിക്ക് വെറും നിസ്സാരം. ദ്വീപുകൾ ഇനിയുമുണ്ട് കണ്ടെത്താൻ. അടുത്ത യാത്രയിൽ അടുത്ത ദ്വീപിൽ. പക്ഷേ വോൾക്കാനോ ഉണ്ടോ എന്ന് ആദ്യമേ ഉറപ്പുവരുത്തണമെന്നേയുള്ളൂ. അയാൾ ചിരിച്ചു. സോറി മിസ്റ്റർ ലിയോ, എനിക്ക് താല്പര്യമില്ല. കഴിഞ്ഞ ദിവസം ഇവിടെ കണ്ടത് ഒരു അഗ്നിപർവ്വത സ്ഫോടനമോ ഭൂകമ്പമോ ആയിരുന്നില്ല. കോടികൾ വാരിയെറിഞ്ഞ് നീ ഇവിടെ കാണിച്ചു കൂട്ടിയ തോന്നിയാസങ്ങൾക്കെതിരെയുള്ള ഒരു കൊച്ചു മുന്നറിയിപ്പ്, അത്രമാത്രം. വാട്ട് ദി ഹെൽ? നിറച്ച തോക്കിന് മുൻപിൽ നിന്നും പ്രസംഗിക്കുന്നു. എന്നെപ്പറ്റി തീരെ അറിയില്ലാത്തതുപോലെ. അയാൾ തോക്ക് ഫെഡറിക്കിന് നെഞ്ചിന് നേരെ ഉയർത്തി. ഒന്നും തിരിഞ്ഞു നോക്കില്ലയോ? ഫെഡറിക് ആവശ്യപ്പെട്ടു. അവനത് പറഞ്ഞു തീരുന്നതിന് മുമ്പേ തന്നെ തന്റെ പുറകിൽ നിന്നും ഭീമാകാരമായൊരു നിഴൽ വളർന്ന് മുന്നിലേക്ക് നീണ്ടുവരുന്നത് ലിയോ ശ്രദ്ധിച്ചു. തിരിഞ്ഞു നോക്കിയ നിമിഷം തന്നെ അയാളുടെ താടിയെല്ലാം തകർത്തുകൊണ്ട് ഒരു പ്രഹരം വീണു. മലർന്നടിച്ചു വീണ അയാളുടെ നെഞ്ചിലേക്ക് മുൻകാലുകളും രണ്ടും കയറ്റിവെച്ച് മിയ ദിഗന്ധം നടുങ്ങുമാറുച്ചത്തിൽ ഗർജിച്ചു. ഒരു പ്രാവശ്യമല്ല, പലവട്ടം. അതിനുള്ള മറുപടി കൂട്ടത്തോടെ ആ മലനിരകൾക്കപ്പുറത്തു നിന്നും മുഴങ്ങി. കിടന്ന കിടപ്പിൽ തെറിച്ചു വീണ തന്റെ തോക്ക് എത്തിപ്പിടിക്കാനായിരുന്നു ലിയോയുടെ ശ്രമം. പക്ഷേ അയാൾ അതിൽ തൊട്ടതും മുന്നോട്ടാഞ്ഞ ഫെഡറിക് അത് കാലുകൊണ്ട് തട്ടിത്തെറിപ്പിച്ചു കളഞ്ഞു. 5 ദിവസമായിട്ട് പട്ടിണിയല്ലേ മിയ? എൻജോയ് യുവർ മീൽ. അയാൾ വാത്സല്യത്തോടെ അവളുടെ മൂർധാവിൽ തലോടി. അപ്പോഴേക്കും കോർട്ടാനയും വെളിയിൽ വന്നിരുന്നു. ലെറ്റ്സ് ഗോ. അയാൾ അവളുടെ കൈപിടിച്ച് ഹെലികോപ്റ്ററിനരികിലേക്ക് നടന്നു. നിനക്കറിയാമോ അത് പറത്താൻ? അറിയാം കുട്ടി. ലാൻഡ് ചെയ്യാൻ മാത്രമേ അറിയാത്തുള്ളൂ. അയാൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവളെ കോപ്റ്ററിനുള്ളിലേക്ക് എടുത്തു കയറ്റി. എഞ്ചിൻ ഓഫായിരുന്നില്ല. പൈലറ്റ് സീറ്റിലേക്ക് കടന്നിരിക്കുന്നതിന് മുമ്പ് ഫെഡറിക് ഒരു പ്രാവശ്യം കൂടി തിരിഞ്ഞു നോക്കി. അപ്പോഴും പിടഞ്ഞുകൊണ്ടിരുന്ന ലിയോയുടെ ശരീരവും കടിച്ചു വലിച്ച് വളരെ അനായാസമായി മിയ മലകയറി തുടങ്ങിയിരുന്നു. ഗുഡ് ബൈ മൈ ഫ്രണ്ട്. ഇനിയും ഒരു മനുഷ്യൻ നിങ്ങളുടെ ഈ സ്വർഗത്തിൽ കാലുകുത്താതെ ഞാൻ ശ്രദ്ധിച്ചോളാം, അയാൾ മനസ്സിൽ മന്ത്രിച്ചു.
പ്രിയ കൂട്ടുകാരെ, ഈ കഥയുടെ അവസാനിച്ചു. ഇതുപോലുള്ള കഥകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ഒരു ലൈക്കും കൂടി. നന്ദി.